بسم الله الرحمن الرحيم اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين والشاكرين والحمد لله رب العالمين جاء رحمة بمكارم متزينة متعطفا بجميع خلق محسنا بشريعة الجد العلي متدينا أعني خليل الله إبراهيم صلوا عليه وسلموا تسليما. ബഹുമാനികളെ, പ്രിയ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് നമ്മൾ പരിശുദ്ധ റമദാനിൻ്റെ 5-ാമത്തെ പകലിൽ അവൻ്റെ വിശുദ്ധമായ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയ സാധുക്കളാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും ഖബൂൽ ചെയ്യുകയും അവൻ്റെ റഹ്മത്ത് കൊണ്ട് നമ്മെ എല്ലാവരെയും പൊതിഞ്ഞ് മഗ്ഫിറത്ത് നൽകി നമ്മെയും നമ്മളുമായി ബന്ധപ്പെട്ടവരെയും അള്ളാഹു ഇരു ലോകത്തും രക്ഷപ്പെടുത്തി തരുമാറാവട്ടെ. സദസ്സുകളിൽ നമ്മൾ പങ്കെടുക്കുമ്പോഴും ഇരിക്കുമ്പോഴൊക്കെ പല ആദാബുകളും നമ്മൾ പാലിക്കേണ്ടതുണ്ട്. മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ അനിഷ്ടമായി കാണുന്ന മനസ്സിലാക്കുന്ന പല കാര്യങ്ങളും നമ്മിൽ നിന്ന് എന്നിൽ നിന്നൊക്കെ പലപ്പോഴും വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ നമ്മിൽ നിന്ന് അത് സംഭവിക്കുന്നത് തന്നെ ചിലപ്പോൾ നമ്മൾ അറിയില്ല, അറിഞ്ഞാൽ തന്നെ അത് മോശമാണെന്ന് തോന്നൂല. അത് അപരനിൽ നിന്ന് അത് നമുക്ക് അനുഭവപ്പെടുമ്പോഴാണ് അതിൻ്റെ ആ ഒരു മോശത്തെക്കുറിച്ച് നമ്മൾ പലപ്പോഴും ചിന്തിക്കുക. ഇവിടെ സദസ്സിൽ നിന്ന് വല്ലതും കണ്ടിട്ട് നോക്കി പറയല്ല കേട്ടോ, മൊത്തത്തിൽ അതിൽപ്പെട്ടതാണ് നമ്മൾ ഇരിക്കുമ്പോൾ എവിടെയായിരുന്നാലും, നിലത്തിരിക്കുകയാലും ശരി അല്ലെങ്കിൽ കസാരയിലിരിക്കുകയാണെങ്കിലും ശരി, നമ്മളുടെ തുണി പ്രത്യേകിച്ച് പേൻസാകുമ്പോൾ അങ്ങനെ ഉണ്ടാവില്ല. പേൻസാകുമ്പോൾ പിന്നെ വേറെ ചില വയ്യാറങ്ങളുണ്ടാവുക. അത് റുക്കൂ പോകുമ്പോഴും സുജൂദ് പോകുമ്പോഴൊക്കെ വല്ലാത്ത ചില ഒരു പ്രയാസം കാണാറുണ്ട്. ഇപ്പം നമ്മുടെ ചെറുപ്പക്കാരിലൊന്നും അങ്ങനെ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തുണി എടുക്കുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. മറക്കേണ്ട സ്ഥലങ്ങൾ മറയാതെ പോകുന്നത് അത് കാണിക്കണമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല, മറിച്ച് ചിലപ്പോൾ എന്ത് ചെയ്യും, അങ്ങനെ സംഭവിച്ച് പോകും. അപ്പം നമ്മൾ നോക്കണം, നമ്മുടെ തുണിയൊക്കെ റെഡിയാണോ. ഒരേ ഇരുത്തം ഇരിക്കുന്ന സമയത്ത് മാറ്റിയിരിക്കലും തിരിഞ്ഞിരിക്കലും ചിലപ്പോൾ കാലൊന്ന് പൊന്തിച്ചോ അതൊക്കെ സ്വാഭാവികമാണ്, മനുഷ്യർക്ക് അത്രേ കഴിയുള്ളൂ. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ കാലിൻ്റെ കടച്ചലും വേദനയൊക്കെ മാറ്റാൻ വേണ്ടി നമ്മളൊന്ന് ചേഞ്ചാക്കുമ്പോൾ മറ്റു വല്ലതും സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നത് വളരെ ആവശ്യമാണ്. അല്ലെങ്കിൽ പിന്നെ അത് വല്ലാത്ത വഷൾത്തരമാകും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊരാളിലേക്ക് കാല് നീട്ടി വെക്കുക, അത് പരമാവധി നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ചെയ്യാറില്ല. തങ്ങളങ്ങനെ ചെയ്ത് കിട്ടണമെന്നാണ് സഹാബികളൊക്കെ ആഗ്രഹിക്കുക. തങ്ങളെ ശറഫാക്കപ്പെട്ട കാലം ഒന്ന് എന്നിലേക്ക് നീട്ടി തന്നാൽ, എന്നാലും അവിടുന്ന് അങ്ങനെ ചെയ്യാറില്ല എന്നാണ്.
പിന്നെ പ്രായമുള്ള ആളാണ്, കാലിന് നല്ല വേദന ഉണ്ട്, മുന്നിലുള്ളത് ആപേക്ഷികമായി പ്രായം കുറഞ്ഞ ആളാണ്. അപ്പം കാല് ഇങ്ങോട്ട് നീട്ടി വെക്കുന്നതിനെ സംബന്ധിച്ചൊന്നും ദറൂറത്തിൻ്റെ ഘട്ടത്തിൽ, അനിവാര്യമായ ഘട്ടത്തിൽ ചെയ്യുന്നതിനെ സംബന്ധിച്ചല്ല ഞാൻ പറയുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴും എല്ലാവർക്കും അവരവരുടേതായ മാന്യതയും ഓരോരുത്തൻ്റേതായ ഒരു ഖീമത്തും വിലയും നിലവാരമൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്ന് പറഞ്ഞേക്കണം, കാലിന് വേദനയുള്ളതുകൊണ്ട് നീട്ടുന്ന കേട്ടോ എന്ന് വിചാരിക്കരുത്. പ്രശ്നമില്ലല്ലോ, നീട്ടിക്കോളിയെ, മഴൻ്റെ കാലിൻ്റെ മേലെടുത്ത് വെച്ചോളി എന്ന് പറയൂ. അങ്ങനെയാണല്ലോ മാന്യതയുള്ളവർ ചെയ്യുക. അപ്പം അതൊന്നും പറയാതെ നമ്മളപ്പാടങ്ങ് നീട്ടുവിടുക, അത് ചെയ്യരുത്. പരിഗണിക്കണം, എല്ലാവരെയും പരിഗണിക്കണം. പരിഗണന എന്ന് പറയുന്നത് വലിയൊരു സംഗതിയാണ്. ഒരു വാക്ക്, ആ വാക്കുകൊണ്ട് ആ ചെറുപ്പക്കാരൻ്റെ എല്ലാ പ്രായം കുറഞ്ഞ ആളുടെ മനസ്സിൽ വല്ലാത്ത സന്തോഷം ഉണ്ടാവും. അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. കാലിൻ്റെ പറഞ്ഞുകൊണ്ട് ഒന്നുകൂടി പറയാണ്, കാലിൻ്റെ മേൽ വേറെ കാല് കയറ്റി വെക്കുക. അതും പരമാവധി നമ്മൾ ഒഴിവാക്കുകയാണ് വേണ്ടത്. അടിയിലെക്കാലും എൻ്റെ തന്നെയല്ലേ, ശരി തന്നെയാണ്. എൻ്റെ കാല് ഞാൻ വേറെ ആളെ കാലം വെച്ചിട്ടില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നത് ഒരു നിലക്ക് ന്യായമാണ്. പക്ഷെ എന്നാലും നമ്മളത് ചെയ്യുന്ന സ്ഥലം ചെയ്യാതിരിക്കുകയാണ് പരമാവധി വേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ ആ സദസ്സിൽ ആരൊക്കെയാണ് ഉള്ളത്, എൻ്റെ വലത് ഭാഗത്തും ഇടത് ഭാഗത്തും മുൻഭാഗത്തൊക്കെ ആരൊക്കെ ഉണ്ട്, ഇതേതാണ് സദസ്സ് എന്നൊന്നും ചിന്തിക്കാതെ എത്ര വലിയവരായാലും ശരി, പ്രയാസങ്ങളില്ല, ചിലപ്പം കാല് വേദനിച്ചിട്ടോ മറ്റോ വെക്കുന്നതായിരിക്കും, അത് മറ്റൊരു വിഷയം. അല്ലാതെ കാലിൻ്റെ മേൽ കാല് കയറ്റി വെക്കുക, പ്രത്യേകിച്ച് പ്രായം ചെന്ന ആളുകളും ആദരിക്കപ്പെടേണ്ട ആളുകളും സദസ്സിലുണ്ടാകുമ്പോൾ അത് ചെയ്യുന്നത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ചിലപ്പോൾ അങ്ങ് സംഭവിച്ചു കാണും ചിലരുന്ന്. അങ്ങനെ സംഭവിക്കാതിരിക്കാനാണ് നമ്മൾ പതിവാക്കേണ്ടത്. അതുപോലെ സദസ്സിൽ നിന്ന് ആയാലും അല്ലാത്തപ്പോഴായാലും തുമ്മുമ്പോൾ അതൊക്കെ മനുഷ്യന് സ്വാഭാവികമായി പ്രകൃതിപരമായി നേരത്തെ റെഡിയനും പ്രകൃതിപരമായി മനുഷ്യന് ഉള്ള സംഗതിയാണ്. അതില്ലാതാക്കാൻ കഴിയൂല. അങ്ങനെ ഒരാൾ തുമ്മുകയാണെങ്കിൽ അവിടെ എല്ലാ സ്വഭാവങ്ങളും സൽസ്വഭാവങ്ങളും പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയും നമ്മളെ സ്വഭാവം പഠിപ്പിച്ചിട്ടുണ്ട്. തുമ്മിയാൽ നമ്മൾ ഉടനെ അൽഹംദുലില്ലാ എന്ന് ചൊല്ലണം. ഇതെല്ലാവർക്കും അറിയുന്നതാണ്, പക്ഷെ പ്രാവർത്തികമാക്കൂല മാത്രമേ ഉള്ളൂ. അൽഹംദുലില്ലാ. എന്തേ അൽഹംദുലില്ലാ എന്നവിടെ പറയാൻ കാരണം, ഈ തുമ്മുക എന്ന് പറയുന്ന സംഗതി, ആ തുമ്മുന്ന ഒരു നല്ലൊരു റാഹത്താണ് തുമ്മല്. കുറഞ്ഞ സമയം, വളരെ ചെറിയൊരു സമയം ഹൃദയം സ്തംഭിച്ചു പോകുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അല്ലാഹു ആലം, എനിക്കതിനെ സംബന്ധിച്ച് 100% വിവരമൊന്നുമില്ല, പറഞ്ഞു കേട്ടതാണ്. അറിയാത്ത സംഗതി അങ്ങനെ തറപ്പിച്ച് പറയുന്ന പരിപാടി എനിക്കില്ല, അതുകൊണ്ട് കേട്ടതാണ്. ചിലപ്പോൾ ശരി തന്നെയായിരിക്കും. എന്തോ ഒരു വലിയൊരു പരിവർത്തനം നമ്മുടെ ശരീരത്തിൽ നടക്കുന്നുണ്ട് എന്നതിൽ യാതൊരു സംശയമില്ല. അൽഹംദുലില്ലാ. ആ തുമ്മിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു നവോന്മേഷം ഉണ്ടാകും. അതിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ജലദോഷം പിടിച്ചുള്ള തുമ്മലിനെ പറ്റിയല്ല കേട്ടോ പറയുന്നത്, അത് വേറെ വിഷയം. ഇടക്കിടക്ക് ഒരു തുമ്മൽ അൽഹംദുലില്ലാ, ഒരു നല്ലൊരു റാഹത്ത് വന്നിട്ട് ഒരു നവോന്മേഷം തീർച്ചയായും ഉണ്ടാകും. അൽഹംദുലില്ലാ എന്ന് അള്ളാഹുവിനെ സ്തുതിക്കുക. അത് കേൾക്കുന്ന ആള് യർഹമുക്കല്ലാഹ്, നിനക്ക് അള്ളാഹു കരുണ ചെയ്യട്ടെ, റഹ്മത്ത് ചെയ്യട്ടെ എന്ന തസ്മീത്ത് ചൊല്ലുക. അങ്ങനെ ചൊല്ലിയാൽ നേരത്തെ തുമ്മി അൽഹംദുലില്ലാ എന്ന് ഹംദ് ചെയ്ത ആള് യഹ്ദീകുമുല്ലാഹു വയുസ്ലിഹു ബാലക്കും എന്ന് ചൊല്ലുക. ഇതൊക്കെ സുന്നത്തുണ്ട്. ഇതൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചില കൈമാറ്റങ്ങളാണ്. തുമ്മുമ്പോൾ ഏത് ആരോഗ്യമുള്ളവനും എത്ര തടിച്ചവനും എന്ത് ചെയ്യും,
തുമ്മലാടുന്ന് നടക്കട്ടെ, ഞാൻ മൈൻഡാക്കൂല എന്നൊരൊറ്റ കുട്ടിക്കും വിചാരിച്ചാൽ നടക്കൂല. ഞാൻ ഭയങ്കര ചാമ്പ്യനാണ്, ഭയങ്കര നല്ല സ്ട്രെങ്താണ് എന്നൊക്കെ പറഞ്ഞാലും എത്ര തടിയും ആരോഗ്യമുള്ള ആളായാലും തുമ്മുമ്പോൾ മുപ്പറൊന്ന് അതിനെന്ത് ചെയ്യേണ്ടി വരും? അനുകൂലിച്ചു കൊടുക്കേണ്ടി വരും. തുമ്മലാടുന്ന് നടന്നോട്ടെ, ഞാൻ അനങ്ങുവല എന്ന് പറഞ്ഞാൽ സംഗതി നടക്കൂല. അങ്ങനെ ആരെങ്കിലും തുമ്മലുണ്ടോ? ആരും കഴിയൂല. പക്ഷെ ആ ശബ്ദമൊക്കെ പരമാവധി ഒന്ന് ലഘുവാക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനം. ഇതൊക്കെ പലപ്പോഴും നമ്മളിൽ നിന്ന് സംഭവിച്ചു വന്ന് അല്ലാഹു തആല നമുക്ക് നല്ല സ്വഭാവങ്ങൾ പതിവാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഒന്നുകൂടി അതിൻ്റെ ശബ്ദം ഘോരമാക്കാൻ വേണ്ടി ചിലപ്പോൾ എന്ത് ചെയ്യും? ശ്രമിക്കും ചിലർ. എന്നിട്ട് അങ്ങും നോക്കാനിരിക്കും തൂങ്ങിയിട്ട്. അങ്ങനെ ചെയ്യരുത്. പരമാവധി എന്ത് ചെയ്യുക? അടക്കി പിടിക്കുക. കയ്യിൽ എന്തെങ്കിലും ചെറിയ ഷോളോ തോർത്തുമുണ്ടോ അല്ലെങ്കിൽ ടവലോ അല്ല ടിഷ്യൂ പേപ്പറോ മറ്റോ ഉണ്ടെങ്കിൽ ഒന്ന് കൂട്ടി പിടിച്ചിട്ടൊന്ന് പരമാവധി അടക്കി പിടിക്കുക. അതുപോലെ തന്നെയാണ് കോട്ടുവാ ഇടുമ്പോഴും. നാടൻ ഭാഷയിൽ ആ വീട് വന്നത് കൂട്ടുവാ വന്നു കഴിഞ്ഞാൽ ചിലർക്ക് തിരിയില്ല, ചിലർക്ക് ആ വീട് വന്നു കഴിഞ്ഞാൽ തന്നെ തിരിയുള്ളൂ. അങ്ങനെ നല്ല ഭാഷയിൽ പ്രയോഗം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നല്ല ഭാഷയല്ല ഉപയോഗിക്കേണ്ടത്, ജനങ്ങൾക്ക് തിരിയുന്ന ഉപയോഗിക്കേണ്ടത്. ഓഡിയൻസ് ആരാണോ അവർക്ക് മനസ്സിലാകുന്ന ഭാഷ ഉപയോഗിക്കുക. അതാണ് സാഹിത്യം എന്ന് പറയുന്നത്. ചിലർ ഓഡിയൻസിനൊന്നും തിരിഞ്ഞിക്കില്ലെങ്കിൽ ഞാൻ കടുകട്ടിയുള്ള കുറേ സംസാരങ്ങൾ എന്ത് ചെയ്യണം, വാചകങ്ങൾ പറയണമെന്ന് അങ്ങനെ ചിന്തിക്കുന്നതിന് അർത്ഥമില്ല. ഓഡിയൻസ് ആരാണോ അവർക്ക് തിരിയുന്നതാണ് പറയേണ്ടത്. അപ്പോൾ എല്ലാവർക്കും തിരിയും. ആ വീട് വന്നത് ആ വീടുന്ന സമയത്തും അത് വലിയ ഗുണമുള്ളതല്ല. അത് മനുഷ്യന് ഉന്മേഷമല്ല. അത് നൽകുന്നതും അറിയിക്കുന്നതും ഉന്മേഷമല്ല, ആരോഗ്യകരമല്ല. അത് ഒരു അലസതയും ഒരു അസ്വസ്ഥതയും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്നതാണ് ഈ കോട്ടുവ അല്ലെങ്കിൽ ആവി എന്ന് പറയുന്നത്. അത് ശൈത്വാന്റെ കൈയുണ്ട്. അതുകൊണ്ട് ആവി ഇട്ട് കഴിഞ്ഞാൽ പരമാവധി എന്ത് ചെയ്യണം? വാ പൊത്തിപ്പിടിച്ചുകൊണ്ട് അതിൻ്റെ ശബ്ദം പുറത്ത് വരാതെ ശ്രദ്ധിക്കുകയാണ് വേണ്ടത്. അല്ലാതെ വല്ലാതെ ഒച്ചത്തിലാക്കിയിട്ട് നമ്മുടെ ആവിയിടുമ്പോൾ ശൈത്വാൻ അപ്പുറത്ത് നിന്ന് ഹാ ഹാ എന്ന് പറഞ്ഞിട്ട് നമ്മളെപ്പറ്റി ചിരിക്കുമെന്നാണ് ഹദീത്തിൽ പറയുന്നത്. അഊദു ബില്ലാഹി മിൻ ശർരി ശൈത്വാൻ അല്ലെങ്കിൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ആ സമയത്ത് ശൈത്വാന്റെ ശർറിനെ തൊട്ട് കാവൽ ചോദിക്കാൻ വേണ്ടിയും പ്രത്യേകം ഹദീസിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മറ്റുള്ളവർക്ക് അരോചകമായി തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ പരമാവധി ആളുകളുടെ മുന്നിൽ വെച്ച് അല്ലാതെ അവരുടെ അഭാവത്തിലും മറഞ്ഞുകൊണ്ടും ആണ് ചെയ്യേണ്ടത്. അൽഹംദുലില്ലാ, നമ്മുടെ സദസ്സ് വളരെ അച്ചടക്കമുള്ള സദസ്സ്. അല്ലാഹു തആല എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു തആല വലിയ ഉയർച്ചയും വളർച്ചയും പുരോഗതിയും എല്ലാവിധ നിഅമത്തുകളും ബർക്കത്തുകളും അല്ലാഹു തആല നമുക്കും നമ്മളുമായി ബന്ധപ്പെട്ടവർക്കും നൽകട്ടെ. അൽഹംദുലില്ലാ. ഹൗദിൻ്റെ അടുക്കുന്ന ഉദൂ ചെയ്യുന്ന സമയം, ആ സമയത്ത് അപ്പുറം ഇപ്പുറമൊക്കെ ആളുകൾ ഉണ്ടാകുമ്പോൾ ആർക്കെങ്കിലും ഞാൻ ഉദൂ എടുക്കുമ്പോൾ എൻ്റെ ഉദൂവിൻ്റെ വെള്ളം തെറിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. തെറിക്കുന്നുണ്ട് ശ്രദ്ധിക്കണം. തെറിക്കാതെ മറ്റുള്ളവർക്ക് ശല്യമില്ലാതെ ഉദൂ നിർവഹിക്കണം. ടാപ്പ് തുറന്നിട്ടിട്ട് നമ്മൾ വേറെ സൊറ പറയാൻ പാടില്ല. നമ്മുടെ വീട്ടിലായാലും പറ്റില്ല. ടാങ്കിയിലേക്ക് വെള്ളം കയറുന്നത് മോട്ടർ വെച്ചിട്ടാണ്. മോട്ടർ വെറുതെ വർക്ക് ചെയ്യൂല. വർക്ക് ചെയ്യുന്നതനുസരിച്ച് കൊണ്ട് എന്ത് ചെയ്യും? കറണ്ട് ബില്ല് കൂടും. അപ്പോൾ നമുക്ക് ജീവിതത്തിന് ബാധ്യത കൂടും. അതിൻ്റെ ഇടയിൽ ഒന്ന് സാന്ദർഭികമായിട്ട് പറയാണ്, പരമാവധി ഈ
നമ്മുടെ ഈ വെള്ളം വലിക്കുന്ന മോട്ടറൊക്കെ വൈകുന്നേരം 6 മണിൻ്റെയും രാത്രി 10 മണിൻ്റെയും ഇടയിൽ ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണമെന്ന് മാത്രമല്ല, ഉപയോഗിക്കുകയേ ചെയ്യരുത്. ആ സമയത്ത് ഉപയോഗിച്ചാൽ ചിലപ്പോൾ എന്ത് ചെയ്യും, മോട്ടർ കേടുവരും, കത്തിപ്പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ നല്ല ഇരട്ടി ബില്ല്, കറണ്ട് ചാർജ് വരാനും സാധ്യതയുണ്ട് എന്നല്ല, വരും, തീർച്ചയായിട്ടും വരും. അപ്പോൾ അതൊക്കെ നേരത്തെ എന്ത് ചെയ്യണം, ആലോചിക്കണം. 6 മണിയായിട്ട് നോക്കുമ്പോൾ ഒരു തുള്ളി വെള്ളമില്ല, ടാപ്പ് തിരിച്ച് നോക്കുമ്പോൾ. അങ്ങനെ ആകാൻ പാടില്ല. ശ്രദ്ധ വേണം. കാലേ കൂട്ടി കാര്യങ്ങൾ ആലോചിക്കുകയും ദീർഘവീക്ഷണവും ഉണ്ടാകും. എത്തിയെന്നിടത്ത് എത്തട്ടെ, കാണുന്നിടത്ത് വെച്ച് കാണാം എന്ന രീതിയിൽ ആകാൻ പാടില്ല. കറണ്ട് ചാർജ് കൂടുന്നത് മാത്രമല്ല, ചിലപ്പോൾ മോട്ടർ തന്നെ മാറ്റേണ്ടി വരും. അതുകൊണ്ട് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ വൈകുന്നേരം 6 മണിയായാൽ നമ്മുടെ വീട്ടിലുള്ള ഫ്രിഡ്ജ്, സല്ലാജ, അത് ഒന്ന് തൽക്കാലം ഓഫ് ചെയ്തിട്ട് രാത്രി പിന്നെ ഉറങ്ങാൻ പോകുന്ന സമയത്ത് വീണ്ടും ഓൺ ചെയ്താൽ മതി. അതിലൂടെയും കറണ്ട് ബില്ല് ഒരുപാട് നമുക്ക് ലാഭിക്കാൻ സാധിക്കുന്നതാണ്. സാധാരണ നിലയിൽ അങ്ങനെ ഒരു 3-4 മണിക്കൂർ സമയം ഫ്രിഡ്ജ് ഓഫ് ചെയ്തതുകൊണ്ട് അതിൽ നമ്മൾ സൂക്ഷിച്ചിട്ടുള്ള ഒരു സാധനത്തിനും കേടുവരാൻ സാധ്യതയും ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞത്, വുളൂ ചെയ്യുന്ന സമയത്ത് മറ്റുള്ളവർക്ക് ശല്യമുണ്ടാകാൻ പാടില്ല. ടാപ്പ് തുറന്നു വെച്ചിട്ട് സംസാരിക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, മുമ്പെല്ലാം കിണ്ടിന്നല്ലേ വുളൂ എടുക്കൽ. എനിക്കിപ്പോൾ ആശ കിണ്ടിന്ന് എടുക്കല, പക്ഷെ ഇപ്പോൾ നടക്കൂല. നല്ല റാഹത്തുണ്ടാവും അല്ലേ? ഒരു കിണ്ടി വെള്ളം കൊണ്ട്, കിണ്ടി എന്ന് പറഞ്ഞാൽ നിന്നാടിയെന്ന് ആലോചിക്കുന്നുണ്ടോ കുഞ്ഞുങ്ങൾ? കഴുകാൻ വെള്ളി കിണ്ടി എന്നെല്ലാം പറഞ്ഞിട്ട് ഒരു പാട്ടുണ്ട്. കിണ്ടി കിണ്ടി, മുന്നിലൊരു വാലൊക്കെ ഉള്ള, ബാക്കിൽ ഒരു പിടിയൊക്കെ ഉള്ള സാധനമാണ്. ബാത്റൂമിൽ, അവിടെ ബാത്റൂമിലുണ്ട്. അൽഹംദുലില്ലാ. പക്ഷെ ആ കിണ്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടങ്ങാറങ്ങായി പോവും. പഴയ കിണ്ടി അങ്ങനെയല്ല. പഴയ കിണ്ടി പറഞ്ഞാൽ ഓട്ടിൻ്റെ കിണ്ടിയാണ്. അത് നല്ല വെയിറ്റ് ഉണ്ടാവും. അത് വെച്ചിട്ട് ചെരിച്ചാൽ പിന്നെ വേഗം അവിടെ തന്നെ പോയി നിൽക്കും. ഇത് മറ്റേത് നമ്മൾ ചെരിച്ചാൽ പിന്നെ വേറെ അടുത്തേക്കാവും. ആകെ കൊണ്ടിടങ്ങാറാവും. പണ്ടെല്ലാം ആ കിണ്ടിയായിരുന്നു. ഒരു ചരിത്രം കേട്ടിട്ടുണ്ട്. ഉമർ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ മഹാനവറുകളെ സ്നേഹിക്കുന്ന ഒരാളുടെ വീട്ടിൽ പോയി. മണ്ണിൻ്റെ കിണ്ടി ഉണ്ടായിരുന്നു, ഓട്ടിൻ്റെ കിണ്ടി ഉണ്ടായിരുന്നു, മൺകിണ്ടി. അങ്ങനെ ആ മൺകിണ്ടി മഹാനവറുകൾ യൂസ് ചെയ്യുന്ന സമയത്ത് വീണ് പൊട്ടിപ്പോയി എന്നാണ് പറയുന്നത് ചരിത്രം. അപ്പം വീട്ടുകാരൻ പറഞ്ഞു, എനിക്ക് ആ മൺകിണ്ടി തന്നെ വേണമെന്ന്. എന്താ ചെയ്യുക, പൊളിഞ്ഞു പോയ മൺകിണ്ടിയില്ല, മണ്ണിൻ്റെ മാത്രമല്ല അതുണ്ടോ, പിന്നെ രണ്ടാമത് ശരിയാക്കാൻ കഴിയുന്നു. ഒന്നും ചെയ്യും, ഒരൊറ്റ വാശി, ഇത് ശരിയാക്കുവാനാവില്ല എന്നറിയാത്ത ആളൊന്നുമില്ല കേട്ടോ ഈ പുരക്കാരെ. അതുപോലെ ഈ അതിഥിയായിട്ട് വന്ന ഇത്രയും വലിയ മഹാൻ ഉമർ ഖാദി റഹ്മത്തുള്ളാഹി, ഞാൻ ഇപ്പം ചൊല്ലിയ ബൈത്തൊക്കെ അതിൽ പെട്ടതാണ്. ഒരു വലിയ കവിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ധാരാളം മദ്ഹ് ചെയ്തിട്ടുള്ള മഹാനാണ്. വലിയ കറാമത്തുകൾ കണ്ട ആളാണ്. ബ്രിട്ടീഷുകാരൊക്കെ പേടിച്ച മനുഷ്യനാണ്. അറിഞ്ഞൂടെ ഉമർ ഖാദി റഹ്മത്തുള്ളാഹി വെളിയങ്കോട്? അങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്ന് പോയിട്ട് സിയാറത്തൊക്കെ ചെയ്യണം. മഹാനവർക്ക് വലിയ മഹാനാണ്. ഒന്ന് വെളിയങ്കോടൊക്കെ പോകുന്നത് സിയാറത്തൊക്കെ ചെയ്യുക. ഉമർ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ സല്ലല്ലാഹുള്ള ബൈത്താണ് ഞാൻ നേരത്തെ ചൊല്ലിയത്. അപ്പൊ ആ മഹാനോട് ഇങ്ങനെ ഒരു വാശി പിടിക്കാൻ പറ്റൂല എന്ന് അറിയാത്ത ആളൊന്നല്ല. അങ്ങനെ എനിക്കത് തന്നെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഒരൊറ്റ മൂപ്പരെല്ലാ സംഗതി അധികം എന്താണ്, ബൈത്തിലൂടെയാണ്. ബൈത്ത് ഇങ്ങനെ ചൊല്ലും. അതിന് വലിയ കഴിവുള്ള ആളാണ് മഹാനവറുകൾ. അല്ലാഹുമ്മ ഗ്ഫിർ മാലിക്കൽ മൻകിണ്ടി അഅതി ലഹു ഫിൽ ജന്നത്തിൽ പൊങ്കിണ്ടി. ഒരൊറ്റ ദുആയാണ്. ആര്? ഉമർ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി അറബി ഭാഷയിൽ പദ്യത്തിലായിട്ട് ഒരു ചൊല്ലൽ. പടച്ചോനെ, ഈ മങ്കിണ്ടീൻ്റെ ഉടമയായി പുരക്കാരനെ പുറത്തു കൊടുക്കണേ, അദ്ദേഹത്തിന് സ്വർഗത്തിൽ പൊന്നിൻ്റെ കിണ്ടി കൊടുക്കണേന്ന്. ആകെ ഞാൻ ആഗ്രഹിച്ചത്, എനിക്കതാ വേണ്ടത് എന്നൊരു ചരിത്രം കേട്ടിട്ടുണ്ട്. അപ്പം മൺകിണ്ടിയും
പിന്നെ ഓട്ടും കിണ്ടിയാ പലപ്പോഴും പണ്ട് കണ്ടു നല്ല വെയിറ്റ് ഉണ്ടാവും. അന്ന് കുറഞ്ഞ വെള്ളേ ഒതു ചെയ്യാൻ വേണ്ടു, വെള്ളം എല്ലാവരും എത്തുകയും ചെയ്യും. ഇന്ന് പക്ഷീന്ന് പറഞ്ഞിട്ട് ടാപ്പ് മാക്സിമം തുറന്നിട്ടോ വെള്ളം ഉണ്ടോ എല്ലാവരും എത്തുന്നു. ഇസ്ബാഉൽ വുളു എന്ന സംഗതി നടക്കുന്നുണ്ടോ? പല സ്ഥലങ്ങളിലും ഒട്ടിച്ചൊടിഞ്ഞ സ്ഥലങ്ങളിലും വെള്ളം ചേരുന്നുണ്ടോ? ഇല്ല. അപ്പം അതുകൊണ്ട് ഈ ടാപ്പ് തുറക്കുമ്പം മാക്സിമം തുറക്കൽ വുജൂബില്ല. എല്ലാവരും മനസ്സിലാക്കിയത്. ചിലർക്ക് അങ്ങനെ ആയാലേ സമാധാനം ഉണ്ടാവുള്ളൂ. ഏത് ടാപ്പ് മുഴുവനും തുറന്നാലേ സമാധാനം ഉണ്ടാവും. അങ്ങനെ ആകെ ഒരു മാക്സിമം ഒരു മീഡിയം ഒരു മിഡിലായിട്ട് തുറക്കുക. എന്നിട്ട് മെല്ലെ വെള്ളം വീഴുന്ന സമയത്ത് വേഗം വെള്ളം എല്ലാവരും എത്തും. അത് നമുക്ക് തന്നെ ചിന്തിച്ചാൽ ശരിയില്ലേ, സ്പീഡിൽ വരുമ്പോൾ വെള്ളം കളായി പോകല്ലേ. ഇത് കുറഞ്ഞ ആയിട്ട് സ്പീഡ് കുറഞ്ഞ് വരുന്ന സമയത്ത് ശരിക്ക് നമ്മുടെ കയ്യിലും മുഖത്തൊക്കെ ശരിക്ക് വെള്ളം എന്താവും, നന്നായിട്ട് പതിയും. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞത് അങ്ങനെ വുളൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാകാൻ പാടില്ല. ഇൻഷാ അല്ലാഹ് ഇന്ന് അത്തരം കാര്യങ്ങളിൽ പിന്നീട് നമുക്ക് പറയാം. നേരത്തെ പറഞ്ഞ വിഷയത്തിലേക്ക് കടക്കുന്നു. ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം, സൂറത്തു അൽ അലഖ്, ഇഖ്റ ബിസ്മി. അതിൽ വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇഖ്റ ഓതുക, വായിക്കുക. വറബ്ബുക്കൽ അക്രം, അങ്ങയുടെ രക്ഷിതാവായ അല്ലാഹു ജല്ല ജലാലുഹു അവൻ ഏറ്റവും കറമുള്ളവനാണ്, വല്ലാത്ത ഔദാര്യം ഉള്ളവനും വലിയ മാന്യതയുള്ളവനും ധാരാളമായി കൊടുക്കുന്നവനും അക്രമുൽ അക്രമീനാണ് അല്ലാഹ്. റബ്ബുക്കൽ അക്രം, എല്ലാ കറമുള്ള ആളുകളെയും സൃഷ്ടിച്ചത് അവനാണ്. എല്ലാവർക്കും ഉദാര മനസ്ഥിതി നൽകുന്നത് അവനാണ്. ആര് എന്ത് കൊടുക്കുന്നുണ്ടെങ്കിലും, ആര് മനസ്സ് തുറന്ന് സഹായിക്കുന്നുണ്ടെങ്കിലും അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭാഗത്ത് നിന്നാണ്. അങ്ങനെയുള്ള അക്രമാണ് അല്ലാഹു. വറബ്ബുക്കൽ അക്രം, ആ അല്ലാഹുവിൻ്റെ കറമിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കറമാണ് ഉടനെ തന്നെ പറയുന്നത് അല്ലദീ അല്ലമ ബിൽ ഖലം, അതേ പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല. എഴുത്ത് അത് വലിയൊരു വിഷയമാണ്. അവ്വലു മാ ഖലഖല്ലാഹുൽ ഖലം, ആദ്യമായി സൃഷ്ടിച്ച ചില വസ്തുക്കളുണ്ട്. ഏറ്റവും ആദ്യം എന്നല്ല, ആദ്യാദ്യം. അതിൽപ്പെട്ടതാണ് കലം. അങ്ങനെ ആ കലമിനോട് എഴുതാൻ പറഞ്ഞു. ഖിയാമത്ത് നാൾ വരെ അതിൻ്റെ അപ്പുറവും എന്തെല്ലാം സംഭവിക്കാൻ പോകുന്നുണ്ടോ, എന്തെല്ലാം സംഭവിച്ച് കഴിഞ്ഞിട്ടുണ്ടോ അതെല്ലാം പേന എഴുതിയിട്ടുണ്ട്. ജഫൽ ഖലം, അതൊക്കെ എഴുതി കണക്കാക്കി വെച്ചിട്ടുണ്ട്. അതിന് ഖലം എന്ന് പറയുന്ന സംഗതിയുണ്ട്. ലൗഹ് ഖലം, ലൗഹ് ഖലം. മുമ്പൊക്കെ എല്ലാ ആളെ കീശയിലും വേറൊന്നും ഇല്ലെങ്കിൽ ഒരു പേന ഉണ്ടായിട്ടുണ്ട്. ഇപ്പം അതും ഇല്ല. ഇപ്പം ഇങ്ങനെ നിക്കാഹിൻ്റെ എല്ലാം പിന്നെ ഇങ്ങനെ നോക്കിയാണ് തിരഞ്ഞു നടക്കും. എന്ത് പേനുണ്ട്, പേനുണ്ട്. അങ്ങനെ അവസാനം ഒരാളെ പേന വാങ്ങിയിട്ട് എന്ത് എഴുതും. എന്താണ് അങ്ങനെ ഒരു ഈ ദാരിദ്ര്യം വന്നെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പേന കുത്തരിപ്പം കുറവാ. അങ്ങനെ എഴുതേണ്ടൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും. കാരണം ഇപ്പോൾ ഏതെങ്കിലും വേറെ ആണല്ലോ, എന്തെങ്കിലും അയച്ചു കൊടുക്കണമെങ്കിൽ വേണ്ടി ഇതാണ്, അതിന് വേറെ സംവിധാനങ്ങളുള്ളത് കൊണ്ടായിരിക്കും. എന്നാലും ഒരു പേന നല്ലതാണ് എപ്പോൾ. അതൊരു ഓർമ്മയാണ്. കലം എല്ലാവരും കലമുണ്ടായല്ലോ മുമ്പ്. ആ കലം കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചു അല്ലാഹു സുബ്ഹാനഹു വ തആല. ഫദല്ല അലാ കമാലി കറമിഹി ബിഅന്നഹു അല്ലമ ഇബാദഹു മാ ലം യഅലമു വനഖലഹും മിൻ ദുൽമത്തിൽ ജഹ്ലി ഇലാ നൂരിൽ ഇൽമി. അല്ലാഹു സുബ്ഹാനഹു വ തആല അക്രമാണ്, ഏറ്റവും ഔദാര്യവാനാണ് എന്ന് പറഞ്ഞല്ലോ. അതിൻ്റെ തെളിവെന്നോണമാണ് തൊട്ടടുത്ത് പറയുന്നത്. അല്ലാഹു തആല
അവൻ്റെ കർമ്മ കൊണ്ട് അവൻ്റെ അടിമകൾക്ക് അവർ അറിയാത്തത് പഠിപ്പിച്ചു കൊടുത്തു. അല്ലമൽ ഇൻസാന മാലം യഅലം കൊടുക്കും. മനുഷ്യന് അവൻ അറിയാത്തത് പഠിപ്പിച്ചു കൊടുത്തു. അറിയാത്തതെല്ലാം പഠിപ്പിച്ചു കൊടുത്തു എന്നർത്ഥമില്ല കേട്ടോ. അവനിക്കൊന്നും അറിഞ്ഞുകൂടായിരുന്നു, എന്നിട്ട് അള്ളാഹു തആല അറിവ് കൊടുത്തതാണ് അല്ലേ. ഈ ലോകത്തേക്ക് ജനിച്ചു വരുമ്പോൾ ഒന്നും അറിഞ്ഞുകൂടായിരുന്നു. ലാ തഅലമൂന ശൈഅ, ഒന്നും അറിയാതെയാണ് നിങ്ങൾ ഭൂലോകത്തേക്ക് വന്നത്. അല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈഅ. രണ്ടർത്ഥങ്ങളുണ്ട്. നമ്മളാ ഇടുങ്ങിയ സ്ഥലത്ത് നിന്ന് പുറത്ത് വന്ന കഥ നമ്മൾ അറിഞ്ഞെങ്കിൽ ആർക്കും ഓർമ്മ ഉണ്ടോ? ഓർമ്മ ഉണ്ടെങ്കിൽ ഇത് കഴിഞ്ഞ് പോകാൻ എന്നോട് പറയണം. എനിക്കിങ്ങനെ ഓർമ്മ ഉണ്ട് എന്നാ വന്നത്. നമ്മളാരും അറിഞ്ഞിട്ടില്ല, സംഗതി അറിയില്ല. ലാ തഅലമൂന ശൈഅ, ഒന്നുകിൽ അങ്ങനെ അർത്ഥമുണ്ട്. ലാ തഅലമൂന ശൈഅ, ഒരു നോളേജ് നിങ്ങൾക്ക് ആ സമയത്തില്ല, എല്ലാം പഠിച്ചുണ്ടാകാണ് കേട്ടോ. ചിലത് പഠിക്കാൻ വേണ്ടി പോകണം, ചിലത് പഠിക്കാൻ പോകണ്ട. അത് വല്ലാത്ത അത്ഭുത. ഏത് നാട്ടിലാണോ ഏത് ഭാഷയിലാണോ മാതാപിതാക്കൾ ഈ കുട്ടി എവിടെയാണ് ജനിച്ച് വീണ് സംസാരം തുടങ്ങി വരുമ്പോൾ ഒരു മാറ്റവും വരില്ല. ഇംഗ്ലീഷുകാരൻ്റെ ഇംഗ്ലീഷ് സംസാരിക്കും, മലയാളക്കാരൻ്റെ മലയാളം സംസാരിക്കും, മറാഠിക്കാരൻ്റെ മറാഠി സംസാരിക്കും, തെലുങ്കുകാരൻ്റെ തെലുങ്കാരൻ്റെ സംസാരിക്കും. അങ്ങനെ ഓരോ ഭാഷക്കാരൻ, അറബികളാണ് അറബി സംസാരിക്കും. വല്ലാത്തൊരു അത്ഭുതമാണ്. മനുഷ്യനെ ചിന്തിക്കാൻ വേറൊന്നും വേണ്ട, അത് മാത്രം മതി. മാതാപിതാക്കളുടെ എല്ലാം ചിലപ്പോൾ നമ്മൾ വരെ ഊഹിക്കാത്ത ചില വാചകങ്ങളൊക്കെ കുട്ടികൾ പറയും. പക്ഷേ ഇതെടുന്ന കേട്ട് ഇതെടുന്ന അറിഞ്ഞാൽ നമുക്ക് തിരിയില്ല. പക്ഷേ അതിൽ പറഞ്ഞ ഒരൊറ്റ അക്ഷരവും ഒരു ലിപിയും എന്താവില്ല ആ കുട്ടിക്കറിയില്ല. അക്ഷരം അറിയില്ല, ഒരക്ഷരം എഴുതാനും അറിയില്ല. സംസാരിക്കും, നന്നായിട്ട് സംസാരിക്കും. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹമാല് കുദറത്തുകൊണ്ട്, വലിയ കുദറത്തുകൊണ്ട് ചെയ്യുന്ന ദൃഷ്ടാന്തമാണ്. അല്ലമൽ ഇൻസാന മാലം യഅലം, അറിയാത്തത് പഠിപ്പിച്ചു കൊടുത്തു. വഅല്ലമക മാലം തകുൻ തഅലം എന്ന് വേറൊരു ആയത്തുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞത്. അതിങ്ങനെയൊന്നല്ല കേട്ടോ, അത് വലിയ സംഗതിയാ. വഅല്ലമക മാലം തകുൻ തഅലം എന്ന് തങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തതൊക്കെ അള്ളാഹു പഠിപ്പിച്ചു തന്നു. ഒരു സൃഷ്ടിക്ക് സ്വായത്തമാകാൻ അല്ലാഹു തആല അനുവദിക്കുന്ന, നിശ്ചയിച്ച എന്തെല്ലാം അറിവുകൾ ഉണ്ടോ ആ അറിവുകൾ മുഴുവനും അസ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉണ്ട്. അതാണ് വഅല്ലമക മാലം തകുൻ തഅലം എന്ന് പറഞ്ഞത്. അതിനെന്താ തെളിവ്? ഇവിടെ അല്ലാഹു തആല അല്ലമൽ ഇൻസാന മാലം യഅലം എന്ന് പറഞ്ഞില്ലേ. മനുഷ്യന് അല്ലാഹു തആല അറിയാത്ത പഠിപ്പിച്ചു കൊടുത്തു. അവിടെ പറയുന്നു അല്ലമക മാലം തകുൻ തഅലം, തങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തത് അല്ലാഹു അങ്ങേക്ക് പഠിപ്പിച്ചു തന്നു. അതായി ഓർഡിനറി ഒന്നുമല്ല, അത് സ്പെഷ്യലാ. വകാന ഫദ്ലുല്ലാഹി അലൈക അളീമാ. തൊട്ടടുത്ത് തന്നെ അല്ലാഹു തആല പറഞ്ഞു, അങ്ങേക്ക് അല്ലാഹു തആല ചെയ്തിട്ടുള്ള ഫദ്ല്, ഔദാര്യം, അവൻ അങ്ങേക്ക് തന്നിട്ടുള്ള നിഅമത്ത് അത് ചെറുതല്ല, വളരെ വലുതാണ്. വകാന ഫദ്ലുല്ലാഹി അലൈക അളീമാ. അപ്പോൾ അല്ലാഹു തആല മനുഷ്യന് പഠിപ്പിച്ചു കൊടുത്തു. ബിഅന്നഹു അല്ലമ ഇബാദഹു മാ ലം യഅലമു വനഖലഹും മിൻ ദുൽമത്തിൽ ജഹ്ലി ഇലാ നൂരിൽ ഇൽം. വിവരക്കേടാകുന്ന, അജ്ഞതയാകുന്ന ഇരുളിൽ നിന്ന് വിജ്ഞാനമാകുന്ന പ്രഭയിലേക്ക്, വെളിച്ചത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ നീക്കി. വനബ്ബഹ അലാ ഖദ്രി ഇൽമിൽ കിതാബത്തി, അതുപോലെ അല്ലാഹു തആല എഴുത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഇവിടെ ഉണർത്തി. ലിമാ ഫീഹി മിനൽ മനാഫിഇൽ അളീമ, വലിയ ഉപകാരങ്ങൾ എഴുത്തിലൂടെ ഉണ്ടാകുന്നതിനാൽ. അലാമ നസഫി റഹിമഹുല്ലാ തഫ്സീറിൽ എഴുതുന്നതാണ്. ശരിയല്ലേ? വമാ ദുവ്വിനത്തിൽ ഉലൂമു വലാ ഖുയ്യിദത്തിൽ ഹികമു വലാ ളുബിത്തത്തി അഖ്ബാറുൽ അവ്വലീൻ വലാ കുതുബുല്ലാഹിൽ മുനസ്സല ഇല്ലാ ബിൽ കിതാബ. കാരണം കണ്ടു കാണപ്പെടുന്ന എല്ലാ വിജ്ഞാന ശാഖകളും നിങ്ങൾ നോക്കൂ, ഇവിടെ തന്നെ പോയി നോക്കിയാൽ വളരെ വിശാലമായ ലൈബ്രറി കാണാം. മസ്ജിദുൻ നബവിയിൽ
പോയ ആളുകൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കറിയാം, മസ്ജിദ് നബിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു വലിയ മക്തബത്തു മസ്ജിദ് നബവി എന്ന പേരിൽ വലിയ ഒരു ലൈബ്രറി ഉണ്ട്. ആ ലൈബ്രറിയിൽ ഇവിടുത്തെ ലൈബ്രറി അതിൽ കൊണ്ട് ഇട്ടേക്കാം. അത്രയും വലിയ ലൈബ്രറിയാണ്. നിരവധി ഗ്രന്ഥങ്ങളുണ്ട്. എല്ലാ സബ്ജക്റ്റുകളുമുണ്ട്. ഒരു വിഷയത്തിൽ തന്നെ ഒരേ കിതാബ് 4-5 കോപ്പികൾ ഉണ്ട്. ഈ ഗ്രന്ഥങ്ങൾ മുഴുവനും ഇവിടെ സംജാതമായത് കിതാബത്ത് കൊണ്ടാണ്, എഴുത്തുകൊണ്ടാണ്. അഖ്ബാറുൽ അവ്വലീൻ, ഒരുപാട് പൂർവീകർ കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ കഴിഞ്ഞുപോയ പൂർവീകരുടെ ചരിത്രം ലഭിച്ചിട്ടുള്ള ആളുകളുടെ, മഹാന്മാരുടെ, അമ്പിയാക്കളുടെ, മുർസലീങ്ങളുടെ, മറ്റ് മഹത്തുക്കളുടെ, മുൻഗാമികളായ ആളുകളുടെ ചരിത്രം നമുക്ക് ലഭിച്ചത് കിതാബത്ത് കൊണ്ട് മാത്രമാണ്. എഴുതി വെച്ചിട്ടില്ലെങ്കിൽ അത് കിട്ടൂല. ഇങ്ങനെയൊക്കെ ഞാൻ വളച്ച് പറയാനുള്ള കാരണം, മുമ്പ് കഴിഞ്ഞു പോയ എല്ലാ ആളുകളുടെയും ചരിത്രമൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. എനക്കെല്ലാം അറിയാന്ന് ചിലപ്പോൾ ചിലർ പറയും. നമ്മളെല്ലാം പറഞ്ഞു എനക്കെല്ലാം അറിയാം. എന്തറിയാം? നമുക്ക് എന്താ അറിയാന്ന്? ലോകത്ത് 1,24,000-ഓളം അമ്പിയാക്കൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ അമ്പിയാക്കളിൽ 313-ഓളം മുർസലുകളുണ്ട്. മുർസലുകളിൽ ആകെ 25 മുർസലുകൾ മാത്രമാണ് പരിശുദ്ധ ഖുർആനിൽ ചരിത്രം പറയപ്പെട്ടത്. അത് തന്നെയും അവരുടെ A to Z എല്ലാ ചരിത്രങ്ങളും അവർ ജീവിച്ചിട്ട് വഫാത്താകുന്നവരെ മുഴുവനും പറഞ്ഞു നിന്നു. അതുകൊണ്ട് വരുന്നില്ല. എവിടെ 325 കഴിച്ച് 313 വർഷങ്ങളുടെ ബാക്കിയുള്ളവരുടെ ചരിത്രം എവിടെ? പിന്നെ 1,00,000-ൽ പരം അമ്പിയാക്കൾ. മിൻഹും മൻ ഖസസ്നാ അലൈക് വമിൻഹും മൻ ലം നഖ്സസ് അലൈക്. അങ്ങേക്ക് ചരിത്രം പറഞ്ഞു തന്ന നബിമാരും ഉണ്ട്, അല്ലാത്തവരും ഉണ്ട്. സുബ്ഹാനല്ലാഹ്, അതെത്ര വലിയ അറ്റമില്ലാത്ത സാഗരമാണെന്ന് ആലോചിച്ചു നോക്കൂ. അതൊന്നും നമുക്കറിയില്ല. അലം യഅ്തികും റസുലും മിൻ ഖബ്ലികും അലം യഅ്തികും നബഉൽ ലദീന മിൻ ഖബ്ലികും ഖൗമി നൂഹിൻ വആദിൻ വസമൂദ വല്ലദീന മിൻ ബഅദിഹിം ലാ യഅലമുഹും ഇല്ലല്ലാഹ്. അലം യഅ്തികും സൂറത്ത് ഇബ്രാഹിമിൽ നമ്മൾ തറാവീഹിൽ ഓതാറുണ്ട്. അലം യഅ്തികും നബഉൽ ലദീന മിൻ ഖബ്ലികും, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ആളുകളുടെ ചരിത്രങ്ങളും വാർത്തകളും നിങ്ങൾക്ക് എത്തിയിട്ടുണ്ടോ? ഖൗമി നൂഹിൻ വആദിൻ വസമൂദ്, നൂഹ് നബിയുടെ ജനത. ഖൗമി നൂഹിൻ വആദിൻ, അതേ ഹൂദ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ജനത ആദ്. വസമൂദ്, സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ജനത സമൂദ്. ഖൗമി നൂഹിൻ വആദിൻ വസമൂദ വല്ലദീന മിൻ ബഅദിഹിം ലാ യഅലമുഹും ഇല്ലല്ലാഹ്. അവർക്ക് ശേഷമുള്ള വേറെയും കുറേ ആളുകൾ ലാ യഅലമുഹും ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ അവരെ കുറിച്ച് അറിയുകയില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ഈ ആയത്തിൻ്റെ തഫ്സീറിൽ നോക്കിയാൽ കാണാം, കദബൻ നസ്സാഹൂൻ അല്ലേ, അതായത് നസ്സാബൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നസബ് 20 ബാപ്പമാരുടേത് ഖണ്ഡിതമാണ്, വ്യക്തമാണ്. അത് സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്, എല്ലാം ഖണ്ഡിതമാണ്. അതേ സമയത്ത് അവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ട് ഇസ്മായിൽ നബി അലൈഹിസ്സലാം വരെ അങ്ങനെ ഉള്ള ഈ പിതൃപരമ്പര, ആ പരമ്പര ഖണ്ഡിതമല്ല, കൃത്യമല്ല. അതിൽ അബദ്ധങ്ങൾ വന്നേക്കാൻ സാധ്യതയുണ്ട്. അള്ളാഹു തന്നെ പറയുന്നു ലാ യഅലമുഹും ഇല്ലല്ലാഹ്. അങ്ങനെ ആരൊക്കെയോ അതിൻ്റെ ഇടയിൽ ഉണ്ട്. പക്ഷേ ആ ഇടയിലുള്ളവരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പരമ്പരയിലുള്ളവരൊക്കെ ശുദ്ധന്മാരാണ്. അത് മറ്റൊരു കാര്യം. ഞാൻ പറഞ്ഞത്, അറിയപ്പെട്ട താരീഖുകൾ, ഹിസ്റ്ററി, ചരിത്രങ്ങൾ, അതെങ്ങനെ ഇവിടെ ഉണ്ടായത്? അത് ഈ ഗ്രന്ഥങ്ങൾ ഉള്ളതുകൊണ്ടാണ്. ഗ്രന്ഥങ്ങൾ എഴുത്താണ്. അതുകൊണ്ട് ആ എഴുത്തിൻ്റെ പ്രാധാന്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഉണർത്തുകയാണ്. വലൗലാഹിയ ലമസ്തഖാമത് ഉമൂറുദ്ദീനി വദ്ദുനിയാ. എഴുത്തെങ്ങാനും ഉണ്ടായിരുന്നില്ലെങ്കിൽ ദീൻ കാര്യമോ ദുനിയാ കാര്യമോ ഒരിക്കലും അത് ചൊവ്വാകുമായിരുന്നില്ല. എന്നിട്ട് മഹാനവറുകൾ പറയാണ്,
വലൗ ലം യകുൻ അലാ ദഖീഖി ഹിക്മത്തില്ലാഹി ദലീലുൻ ഇല്ലാ അംറുൽ ഖലമി വൽ ഖത്തി ലകഫാ ബിഹി. ഈ ഒരു ഖലമിൻ്റെയും പേനയുടെയും എഴുത്തിൻ്റെയും കാര്യം മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഹിക്മത്തിൻ്റെ മേൽ അറിയിക്കുന്ന ദലീൽ ഉള്ളൂ എങ്കിൽ അത് തന്നെ മതിയാകുമായിരുന്നു. പിന്നെ വേറെ 100,000 ഉണ്ട്, പിന്നെന്ത് പറയാനാണ് എന്ന് പറഞ്ഞാൽ ഈ എഴുത്തും ആ പേനയും അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയ ഹിക്മത്തും വലിയ ദൃഷ്ടാന്തവുമാണ്. കയ്യെഴുത്ത് പല കിതാബുകളുടെയും കയ്യെഴുത്ത് കോപ്പികൾ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. ഒരു ഫത്ഹുൽ മുഈൻ, നല്ല കയ്യെഴുത്ത്, അച്ചടിയ വെല്ലുന്ന കയ്യെഴുത്ത്, ഹാൻഡ് റൈറ്റ് നന്നാവുക, അതേത് ഭാഷയായാലും ശരി. അറബി ഭാഷയിൽ നല്ല കയ്യെഴുത്തുള്ള എത്രയോ പണ്ഡിതന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവർ എഴുതി വെച്ച കയ്യെഴുത്ത് കോപ്പികൾ നോക്കിയാൽ ആരും വിസ്മയിച്ചു പോകും. അച്ചടിയെ വെല്ലുന്ന കയ്യെഴുത്ത്, അതൊക്കെ വലിയ ദൃഷ്ടാന്തമാണ്. യസീദു ഫിൽ ഖൽഖി മാ യശാ. അല്ലാഹു തആല അവൻ്റെ സൃഷ്ടിപ്പിൽ വർദ്ധിപ്പിക്കും, ഏറ്റും എന്ന് പറഞ്ഞ കൂട്ടത്തിൽപ്പെട്ടതാണ് നല്ല ശബ്ദം, നല്ല എഴുത്ത്, അതുപോലെയുള്ള കാര്യങ്ങൾ ഇരിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇഖ്റഉ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. ഒരു കാര്യം കൂടി പറയട്ടെ അതോട് ചേർത്തുകൊണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു എന്ന് പറയുന്നതിന് പല രീതികളും ഉണ്ട്. നമ്മൾ ഏത് കാര്യവും പെട്ടെന്ന് നിഷേധിച്ചു തള്ളാൻ പാടില്ല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്തു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കസുറ ഹമ്മുഹു ഫൽയഖുൽ അല്ലാഹുമ്മ ഇന്നി അബ്ദുക വബ്നു അബ്ദിക വബ്നു അമതിക വഫീ ഖബ്ലതിക നാസിയതി ബിയദിക മാലിൻ ഫിയ ഹുക്മുക അദ്ലുൻ ഫിയ ഖളാഉക അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക സമ്മൈത ബിഹി നഫ്സക ഔ അൻസൽതഹു ഫീ കിതാബിക ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക ഔ അൽഹംത ഇബാദക ഔ ഇസ്തഅ്സർത ബിഹി ഫീ മക്നൂനിൽ ഗൈബി ഇൻദക അൻ തജ്അലൽ ഖുർആന റബീഅ ഖൽബി വജലാഅ ഹമ്മി വഗമ്മി. ഒരാൾക്ക് ടെൻഷൻ അധികരിച്ചാൽ, ഹമ്മ് അധികരിച്ചു, വല്ലാത്ത മുഷിപ്പും വ്യസനവും, എന്നാൽ അവൻ പറയട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, അല്ലാഹുവേ ഇന്നി അബ്ദുക വബ്നു അബ്ദിക, ഞാൻ നിൻ്റെ അടിമയാണ്, ഒരടിമൻ്റെ മോനാണ്, അതുപോലെ നിൻ്റെ ഒരു അടിയാത്തിയുടെ മകനാണ്, വഫീ ഖബ്ലതിക, നിൻ്റെ നിയന്ത്രണത്തിലാണ് ഞാൻ, നാസിയതി ബിയദിക, എൻ്റെ മൂർധാവ് എന്ന് പറഞ്ഞാൽ എൻ്റെ മുഴുവൻ നിയന്ത്രണവും നിൻ്റെ കയ്യിലാണ്, മാലിൻ ഫിയ ഹുക്മുക, നിൻ്റെ തീരുമാനം എന്നിൽ നടപ്പിൽ വരുന്നതാണ്, അതിന് മാറ്റമില്ല, അദ്ലുൻ ഫിയ ഖളാഉക, നീ എന്നിൽ എന്ത് വിധിച്ചാലും അതൊക്കെ നീതിയാണ്. ഇങ്ങനെ അള്ളാഹുവിനെ പുകഴ്ത്തിയതിന് ശേഷം ഇങ്ങനെ ചൊല്ല, അസ്അലുക, അള്ളാഹുവേ നിന്നോട് ഞാൻ ചോദിക്കുന്നു, ആവശ്യപ്പെടുന്നു. എവിടെയാണ് വിഷയം? ബികുല്ലി ഇസ്മിൻ, എല്ലാ ഇസ്മും കൊണ്ട്, എല്ലാ ഇസ്മും അതിൻ്റെ മഹത്വം കൊണ്ട്, ബറക്കത്ത് കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു. അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ എന്തുണ്ട്, ചില സംഗതികളൊക്കെ കൂട്ടിച്ചേർക്കലുണ്ട് അല്ലേ? അതാണിത്. അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക് സമ്മൈത ബിഹി നഫ്സക, ആ പേരുകൊണ്ട് നിന്റെ മുഖദ്ദസായ ദാത്തിനെ, നിന്റെ പരിശുദ്ധമായ ദാത്തിനെ നീ പേര് വെച്ചിരിക്കുന്നു, അങ്ങനത്തെ ഇസ്മ. ഔ അൻസൽതഹു ബി കിതാബിക, അല്ലെങ്കിൽ നീ നിന്റെ കിതാബിൽ അതിനെ ഇറക്കിയിരിക്കുന്നു. ഉറങ്ങല്ലേ? ഔ അൻസൽതഹു ബി കിതാബിക, കിതാബിൽ ഇറക്കിയ ഇസ്മ. ഇനി ആ ശ്രദ്ധിക്കണ്ട. ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക, അല്ലെങ്കിൽ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് നീ പഠിപ്പിച്ചു കൊടുത്ത ഇസ്മ. അപ്പൊ ചിലപ്പോ ഇങ്ങോട്ട് ലിഖിതമായിട്ട് ചിലപ്പോ കണ്ടുകൊള്ളണമെന്നില്ല. നിന്റെ അടിമകളിൽ നിന്ന് ആർക്കെങ്കിലും നീ പഠിപ്പിച്ചു കൊടുത്ത, നിർത്തിയില്ല. ഔ അൽഹംത ഇബാദക, അല്ലെങ്കിൽ നിന്റെ അടിമകൾക്ക് നീ തോന്നിപ്പിച്ചു കൊടുത്ത, നീ പ്രത്യേകമായ രീതിയിൽ അറിയിച്ചു കൊടുത്ത ഇസ്മ,
അങ്ങനെയുള്ള എല്ലാ ഇസ്മിനെയും മുൻനിർത്തിക്കൊണ്ട് അതിൻ്റെ ബറക്കത്ത് കൊണ്ട് ഞാൻ ചോദിക്കുന്നു. തീർന്നില്ല. അല്ലെങ്കിൽ നീ ആർക്കും പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല, കിതാബിൽ ഇറക്കിയിട്ടില്ല, ഒരാൾക്കും തോന്നിപ്പിച്ചു കൊടുത്തിട്ടുമില്ല, പിന്നെ നിന്റെ ഗൈബിൽ അത് നീ മാത്രം അറിഞ്ഞിരിക്കുന്നു. നോക്കിങ്ങളെ തവസ്സുലിന്റെ കോലാണ്. അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക സമ്മൈത ബിഹി നഫ്സക ഔ അൻസൽതഹു ഫി കിതാബിക ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക ഔ അൽഹംത ഇബാദക ഔ ഇസ്തഅ്സർത ബിഹി ഫീ മഖ്നൂനിൽ ഗൈബി ഇൻദക. ഇങ്ങനെ ഈ ഇസ്മ കൊണ്ട് എന്താണ് നിന്നോട് ഞാൻ ചോദിക്കുന്നത്? അൻത ജഅലൽ ഖുർആന റബീഅ ഖൽബി, പരിശുദ്ധ ഖുർആനിനെ എൻ്റെ ഹൃദയത്തിൻ്റെ വസന്തമാക്കണമേ. വജലാഅ ഹമ്മി വഗമ്മി, എൻ്റെ എല്ലാ ടെൻഷനുകളും എൻ്റെ മന്ദിപ്പും എൻ്റെ മുഷിപ്പും എല്ലാം നീക്കുന്നതാക്കണമേ പരിശുദ്ധ ഖുർആൻ. ഇങ്ങനെ ചൊല്ലട്ടെ. എന്നിട്ട് പറഞ്ഞു, മാ ഖാലഹാ അബ്ദുൻ ഖത്തു, ഒരു അടിമയും ഇങ്ങനെ ചൊല്ലുകയും പറയുകയും ചെയ്യുകയില്ല. ഇല്ലാ അദ്ഹബല്ലാഹു ഗമ്മഹു, അല്ലാഹു അവൻ്റെ മുഷിപ്പിനെ പോക്കിയിട്ടല്ലാതെ. വഅബ്ദലഹു ബിഹി ഫറജൻ, അല്ലാഹു അവന് തുറസ്സിനെ പകരം നൽകിയിട്ടല്ലാതെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാ. ഇവിടെ ഞാൻ പറഞ്ഞത് അള്ളാഹുവിൻ്റെ തഅലീമിൻ്റെ രീതിയെ സംബന്ധിച്ച് പഠിപ്പിക്കുന്ന കോലാണ് പറഞ്ഞു. അപ്പോൾ ഇവിടെ എന്താണ്? കിതാബിൽ ഇറക്കിയ ഇസ്മ, ആർക്കെങ്കിലും പഠിപ്പിച്ചു കൊടുത്ത ഇസ്മ, ആർക്കെങ്കിലും ഇൽഹാം ചെയ്തു കൊടുത്ത ഇസ്മ, അങ്ങനത്തെ ചില ഇസ്മുകളൊക്കെ ഉണ്ടാവും. ചില അർത്ഥം അറിഞ്ഞുകൂടാത്ത ഇസ്മുകൾ ഉണ്ടാകും. ഇതൊക്കെ നല്ല ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. പക്ഷേ അർത്ഥം അറിഞ്ഞുകൂടാത്തത് നമ്മൾ അങ്ങനെ ചൊല്ലാൻ പാടില്ല. അത് അർത്ഥം അറിഞ്ഞുകൂടാ എന്ന കാരണത്താലല്ല. നമുക്ക് അർത്ഥം അറിഞ്ഞുകൂടാതാകുമ്പോൾ അതിൽ പറ്റാത്ത വല്ലതുമുണ്ടോ, ശിർക്കിന്റെ വചനങ്ങളുണ്ടോ, അല്ലെങ്കിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത വല്ലതും ഉണ്ടോ എന്ന് നമുക്ക് അറിയില്ല. അതാണ് അതിൻ്റെ കാരണം. അതുകൊണ്ട് അർത്ഥം അറിഞ്ഞുകൂടാത്തത് നമ്മൾ എന്ത് ചെയ്ത് സ്വന്തം പകലങ്ങ് ചെല്ലാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ സ്വഹാബത്ത് മന്ത്രങ്ങൾ പലതും കൊണ്ടുവന്ന് വെളിവാക്കി കൊടുക്കാറുണ്ട്. ഇങ്ങനെ ഒരു മന്ത്രം ഉണ്ടായിരുന്നു നബിയെ. അവന് തങ്ങൾ പറഞ്ഞു, അലയ്യറുക്കാക്കും, നിങ്ങളുടെ ആ മന്ത്രം ഒന്ന് എനിക്ക് കാട്ടുന്ന. അങ്ങനെ കാട്ടിക്കൊടുത്തപ്പോൾ അതിന് കുഴപ്പമൊന്നുമില്ല, അതിൽ ശിർക്കൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകാരം കൊടുത്തു. അങ്ങനെ പല മന്ത്രങ്ങൾ, അർത്ഥം അറിയാത്ത ചില വാചകങ്ങൾ ഉള്ള മന്ത്രങ്ങൾ ഉണ്ട്. മിർഖാത്തിനുണ്ട്, അങ്ങനെ പല സ്ഥലത്തുമുണ്ട്. അപ്പോ അർത്ഥം അറിഞ്ഞുകൂടാ എന്നതല്ല വിഷയം. അർത്ഥം അറിഞ്ഞുകൂടാത്ത ദിക്റിൽ അത് എങ്ങനെ വന്നു, അതിൻ്റെ അർത്ഥം എന്താണ്, ആ അർത്ഥത്തിൽ എന്തെങ്കിലും തൗഹീദിനെ നിരക്കാത്തതുണ്ടോ, അല്ലെങ്കിൽ അള്ളാഹുവിന് പൊരുത്തപ്പെടാത്തതുണ്ടോ എന്ന് സാധ്യത ഉള്ളത് കൊണ്ടാണ് പറ്റാത്തത്. അതുകൊണ്ടാണ് സർക്കാവി പറഞ്ഞു, അർത്ഥം അറിഞ്ഞുകൂടാത്ത ദിക്റുകളും അതുപോലെ മന്ത്രങ്ങളൊക്കെ പറ്റും. ഇല്ലാ ഇദാ നുഖില അനിൽ ആരിഫീൻ, അങ്ങനെ ആരിഫീങ്ങളെ തൊട്ട് നഖൽ ചെയ്യപ്പെട്ട് അവരിലൂടെ ഉദ്ധരിച്ച് വന്നാൽ കുഴപ്പമില്ല. കാരണം അതിൽ തകരാറില്ല എന്ന് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അർത്ഥം പറഞ്ഞുകൂടാത്ത ഒരു സംഗതി ഒരാൾക്കും ചൊല്ലാൻ പാടില്ല എന്നല്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. ഞാനിപ്പോൾ ഇത് പറഞ്ഞത് എന്തിനാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു എന്ന് പറഞ്ഞല്ലോ. അല്ലമൽ ഇൻസാന മാ ലം യഅലം. ആ പഠിപ്പിക്കൽ പല രീതിയിലും അല്ലാഹു തആല പഠിപ്പിക്കും. കിതാബ് നോക്കിയിട്ടും അതേ പുസ്തകങ്ങൾ വായിച്ചിട്ടും ഉസ്താദിൻ്റെ മുന്നിൽ ഇരുന്നിട്ടും ഉള്ള വിജ്ഞാനം മാത്രമല്ല ചിലപ്പോൾ ഉണ്ടാവുക. പിന്നെ മൻ അമില ബിമാ അലിമ, അറിയുന്ന കാര്യം കൊണ്ട് ഒരാൾ അനുസരിച്ചുകൊണ്ട് അമൽ ചെയ്താൽ ഔറസഹുല്ലാഹു ഇൽമ മാ ലം യഅലം, ആ അവൻ്റെ ഇൽമനുസരിച്ചു കൊണ്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായി അറിയാത്ത പല കാര്യങ്ങളും അള്ളാഹു അവന് അറിയിച്ചു കൊടുക്കുന്നതാണ്. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, എനിക്ക് ഇങ്ങനെ അറിയിപ്പ് കിട്ടിയിട്ടുണ്ട് എന്ന് ആര് വന്നാലും ഇവിടെ ശറഇന് ഒരു ചട്ടക്കൂടുണ്ട്, അതിനൊരു ബേസുണ്ട്.
ആ ബേസിക്കും പ്രമാണങ്ങളും അതിനൊരു എന്താണ് അടിത്തറയുണ്ട്. അതിന് നിരക്കാത്ത ഒന്നും തന്നെ ആരും ഞാൻ അറിഞ്ഞതാണ്, എനിക്ക് കിട്ടിയതാണ് എന്ന് പറഞ്ഞാൽ പണ്ഡിത സമൂഹം അംഗീകരിക്കുന്നതല്ല. പറയാം, അതും കൂടി പറയണല്ലേ. ഇപ്പൊ എന്താ ഏതോ ഒരു ഔലിയാന്ന് പറഞ്ഞിട്ട് ഒരാൾ വന്നിട്ട് എന്തൊക്കെയൊക്കെയോ പറഞ്ഞാല് അതൊക്കെ നമ്മൾ സ്വീകരിക്കുന്നൊന്നും ആരും വിചാരിക്കണ്ട. അതിന് ഇസ്ലാമികമായ പ്രമാണങ്ങളും അതിന് ചില നിയമങ്ങളും ചില ബേസിക്കുകളൊക്കെ ഉണ്ട്. അതിന് നിരക്കാത്തതൊന്നും സ്വീകരിക്കുന്നതല്ല. അപ്പോ എനിക്കല്ല പിന്നെ ഏകദേശം നിർത്താനായി പോയി. അപ്പൊ ഞാൻ പറഞ്ഞെന്താണ്, അർത്ഥം അറിഞ്ഞുകൂടാത്ത വാചകങ്ങൾ നമ്മൾ കാണുമ്പോഴേക്ക് അതിനെ ആക്ഷേപിക്കാൻ നിൽക്കരുത്. മനുഷ്യന് അറിയാത്തത് നിഷേധിക്കാൻ വലിയ ജിജ്ഞാസയാണ്, അറിഞ്ഞുകൂടാത്തത് പഠിക്കാൻ വലിയ മടിയാണ്. ഇത് രണ്ടും മാറ്റണം. അറിഞ്ഞുകൂടാത്തത് പഠിക്കാൻ നല്ല ജിജ്ഞാസ ഉണ്ടാകണം. അറിയാത്തത് നിഷേധിക്കാൻ പോകാൻ ജിജ്ഞാസ കാണിക്കരുത്. അറിയാത്തത് അതിനെക്കുറിച്ച് അറിയുന്ന ആളുകളോട് അന്വേഷിച്ചിട്ടല്ലാതെ പറയരുത്. ഇത് പറയുമ്പോൾ നമ്മളെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഹ്ലുൽ ഹഖിന്റെ ആളുകൾ, പഴയകാലത്തുള്ള നമ്മുടെ മുൻഗാമികളായ മഹത്തുക്കളെല്ലാം ചൊല്ലി വരാറുള്ള, അതാ നേരത്തെ പറഞ്ഞു ഇദാനുഖിലാനിൽ ആരിഫീൻ എന്ന് പറഞ്ഞു, മഹാന്മാര് ചൊല്ലി വന്നിട്ടുള്ള ചില റാത്തീബുകൾ ഉണ്ട്. അതിനെ പോസ്റ്റ്മോർട്ടം നടത്താൻ വേണ്ടി വരുന്ന ചില ആളുകളുണ്ട്, കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ അറിയാതെ. അവർ മഹത്തുക്കളാണ്, അവർ പാണ്ഡിത്യമുള്ളവരാണ്, അവർക്ക് ഇസ്ലാമിന്റെ ബേസ് നന്നായി അറിയുന്നവരാണ്. ആ മഹത്തുക്കൾ ചൊല്ലിപ്പോന്ന ദിക്റുകളിൽ ചിലപ്പോൾ പ്രത്യക്ഷത്തിൽ, അത് നന്നായി ആഴ്ത്തി ചിന്തിച്ചാൽ അതിനെല്ലാം നല്ല അർത്ഥങ്ങൾ ഉണ്ടാവും. പ്രത്യക്ഷത്തിൽ എന്തെന്നാപ്പം അതിന് അർത്ഥമൊന്നും നമുക്ക് തിരിയാത്തതുണ്ടെങ്കിലും അത് ചൊല്ലുന്നതിന് യാതൊരു വിരോധവും ഇല്ല. നമ്മൾ മനസ്സിലാക്കണം, അതിനെ ആക്ഷേപിക്കാൻ പോകരുത്. ഹാ ഹീ ഹൂ ഹയ്യുൻ, ഉദാഹരണത്തിന് ഒരു ദിക്ർ നമ്മൾ റാത്തീബിൽ കാണാം. ഹാ എന്ന് പറഞ്ഞാൽ അറിയുവീൻ എന്നാണ് അതിന്റെ അർത്ഥം. ഹാ അന്തും ഉലായി, അല്ലെ ഹാ അന്തും ഹാ ഉലായി തുഹിബ്ബൂനഹും. ഖുർആനിൽ തന്നെ ഹാ അന്തും, ഹാ എന്ന് പറഞ്ഞാല് അതിനർത്ഥമില്ലെന്നാ, അത് വലിയൊരു തംബീഹാണ്. ഹാ അറിയണം. ഹീ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? പറയുക എന്നാണ്. ഹി 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 ഖുൽ ഈ വറബ്ബി, അല്ലെ നഅം എന്ന അർത്ഥത്തിന് ഈ ഖുർആനിൽ തന്നെ ഉണ്ട്. ഖുൽ ഈ വറബ്ബി വയസ്തംബിഊനക, അങ്ങനെയല്ല ഓർമ്മ, സൂറത്ത് യൂനിസിലാന്നുണ്ട്. വയസ്തംബിഊനക അഹഖുൻ ഹു ഖുൽ ഈ വറബ്ബി. ഈ നഅം എന്നാണ് അതിന്റെ അർത്ഥം. നമ്മൾ എന്തെങ്കിലും വാചകം കാണുമ്പോഴത്തേക്ക്, നമുക്ക് പരിചയമില്ലാത്തൊരു വാചകം കാണുമ്പോഴേക്ക് അതങ്ങനെ തന്നെ പാടില്ലാത്തതാണ്, അത് ശരിയല്ല എന്ന് പറയാനൊന്നും പോകരുത്. അറിയാത്തത് അറിയുന്നവരോട് ചോദിച്ച് പഠിക്കണം എന്ന് സാന്ദർഭികമാണ്. അപ്പോ ഹാ അറിയുക, ഹീ പറയുക, ഹൂ ഹയ്യുൻ അല്ലാഹു ജല്ല ജലാലുഹു, അവൻ എന്നും ഹയാത്ത് എന്ന സിഫത്തുള്ളവനാണെന്ന് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുകയും ഉറപ്പിക്കുകയും അത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുകയും ചെയ്യണം. ഹാ ഹൂ ഹീ ഹയ്യുൻ, ഇതൊരു ഉദാഹരണമാണ്. അതുപോലെ വേറെയും വ്യത്യസ്തമായ ദിക്റുകളുണ്ട്. അത് മഹാന്മാർ, മുൻകഴിഞ്ഞ പണ്ഡിതന്മാരൊക്കെ ചൊല്ലിപ്പോരുകയും ചൊല്ലാൻ അംഗീകാരം കൊടുക്കുകയും ഇജാസത്ത് നൽകുകയും ചെയ്ത ദിക്റുകൾ. അതിനെ അല്പജ്ഞാനം കൊണ്ട് എതിർക്കാനോ തള്ളിപ്പറയാനോ നമ്മൾ പോകരുത്. അതിനെ സംബന്ധിച്ച് കൂടുതൽ ചിന്തിക്കാത്തത് കൊണ്ടാണ് ചില ആളുകളൊക്കെ അതിനെതിരായി സംസാരിക്കുന്നത് എന്ന് തോന്നുന്നു. അതുകൊണ്ട് നമ്മൾ വിഷയങ്ങൾ പഠിക്കണം. ഞാനിവിടെ പറഞ്ഞത് അല്ലമൽ ഇൻസാന മാ ലം യഅലം, അറിയാത്ത കാര്യം മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു കൊടുത്തു എന്ന് പറഞ്ഞല്ലോ. ആ പഠിപ്പിച്ചു കൊടുക്കൽ പല രീതികളും ഉണ്ട്. അള്ളാഹു പഠിപ്പിക്കുന്നത് ഖൈറയാവുള്ളൂ. പിന്നെ ശൈത്വാന്റെ നല്ല ബോധനങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ അത് വേർതിരിക്കാനാണ് പരിശുദ്ധ ശരീഅത്തിന്റെ അളവുകോൽ. അത് വെച്ചാൽ ഇത് ശരിയാണോ തെറ്റാണോ, പറയാൻ പറ്റുന്നതാണോ പറയാൻ പറ്റാത്തതാണോ എന്ന് ശരിക്കും മനസ്സിലാവും, ബോധ്യപ്പെടും. ഇരിക്കട്ടെ സഹോദരങ്ങളെ, ഞാൻ ഇപ്പോൾ നിർത്തുകയാണ്. നിസ്കാരത്തിൻ്റെ റുക്നുകൾ 14 പറയുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതുകൊണ്ട്
അതിനൊന്ന് തുടങ്ങിയാളെ വെച്ചിട്ട് ഇപ്പോൾ നിർത്തുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സദസ്സ് കബൂൽ ചെയ്യട്ടെ. ഉറങ്ങിയില്ല എല്ലാവരും, ഇപ്പോൾ ഉറക്കം കുറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അൽഹംദുലില്ലാ. ഒന്നാമത്തെ റുക്ന് നിസ്കാരത്തിൻ്റെ ഇത് നിയ്യത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പള്ളിയിൽ ഇരിക്കുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് നിസ്കരിച്ച്. ഖല്ലാദ് ബിൻ റാഫിഉ റളിയല്ലാഹു അൻഹു ഒരു പേര്. ഹദീസ് മുസീഇ സ്വലാ, നിസ്കാരം ബടക്കാക്കിയ ആളെ ഹദീസ് എന്നതിൻ്റെ പേര്, ആ ഹദീസിൻ്റെ പേര്. അങ്ങനെ നിസ്കരിച്ച് വന്നിട്ട് നബി സലാം വീട്ടിൽ റസൂലുള്ളാഹിന്റെ അടുത്ത് വന്ന് സലാം ചൊല്ലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം മടക്കി, ഇർജി ഫസല്ലി ഫഇന്നക ലം തുസല്ലി, നിങ്ങൾ പോയിട്ട് തിരിച്ച് നിസ്കരിച്ചിട്ട് വാ, നിങ്ങൾ നിസ്കരിച്ചിട്ടില്ല. അങ്ങനെ ആ സഹാബി റളിയല്ലാഹു അൻഹു വീണ്ടും പോയി നിസ്കരിച്ച് കാരന് വിരമിച്ചിട്ട് വന്നിട്ട് നബി തങ്ങളോട് സലാം പറഞ്ഞു, സലാം മടക്കി. എന്നിട്ട് തങ്ങൾ പറഞ്ഞു, ഇർജി ഫസല്ലി ഫഇന്നക ലം തുസല്ലി, പോയിട്ട് നിസ്കരിച്ചിട്ട് വാ, നിങ്ങൾ നിസ്കരിച്ചിട്ടില്ല. അങ്ങനെ മഹാനവറുകൾ പോയിട്ട് നിസ്കരിച്ചു. വീണ്ടും നിസ്കരിച്ചിട്ട് വീണ്ടും തിരിച്ച് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം പറഞ്ഞു, വഅലൈക്കസ്സലാം, സലാം മടക്കി, ഇർജി ഫസല്ലി ഫഇന്നക ലം തുസല്ലി. മൂന്നാമത്തെ പ്രാവശ്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ നിസ്കരിച്ചിട്ടില്ല, മടങ്ങണം, വീണ്ടും നിസ്കരിക്കണം. മൂന്നാമത്തെ പ്രാവശ്യമോ അല്ലെങ്കിൽ അതിൻ്റെ ശേഷമോ ഹദീസിൽ പറയുന്നുണ്ട്. ഏതായാലും ശരി, ഇത് ആവർത്തിച്ചതിന് ശേഷം ആ സഹാബി പറഞ്ഞു, അല്ലിംനി യാ റസൂലല്ലാഹ്, എനിക്ക് ഇതിൻ്റെ അപ്പുറം അറിഞ്ഞുകൂടാ, ഞാൻ അറിയുന്ന വിധത്തിലാണ് നിസ്കരിച്ചത്, അതുകൊണ്ട് എനിക്ക് എങ്ങനെയാണ് നിസ്കരിക്കേണ്ടതെന്ന് പഠിപ്പിച്ചു തരണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഇദാ ഖുംത ഇലസ്സലാത്തി ഫഅസ്ബിഗിൽ വുളൂ, നീ നിസ്കാരത്തിലേക്ക് നിൽക്കാൻ പോയ നിസ്കാരം പഠിപ്പിച്ചു കൊടുത്തത്. പക്ഷെ നിൽക്കാറാണ്ടിക്കേണ്ട എന്ത് വേണോ? ഒതു വേണം. അതതിൻ്റെ ബേസാണ്. ഒതുവില്ലാണ്ട് എത്ര ഹുസുവായിട്ട് എത്ര നേരം 100 തസ്ബീഹ് ചൊല്ലിയിട്ട് സുജൂദ് ചെയ്തിട്ട് കാര്യമുണ്ടോ? ഒതുവില്ലെങ്കിൽ ഒതു വേണം. അതുകൊണ്ട് ഇതാ ഉംതയില സ്വലാ, നിസ്കാരത്തിലേക്ക് നിന്ന അത് ശരി, ഇക്കാമത്തെല്ലാം കൊടുത്ത് നിസ്കരിക്കുക, നിന്നതിന് ശേഷം പോയിട്ട് അവിടെ ഉണ്ടായപ്പോൾ കൊടുക്കല്ല. ഓരോന്നിനും ഓരോ അർത്ഥമുണ്ട്. ഇതാ ഉംത ഞാൻ നിസ്കരിക്കാൻ വേണ്ടി തുനിഞ്ഞാൽ, നിസ്കരിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ എന്ത് ചെയ്യണം? വുളു എടുക്കണമെന്നല്ല റസൂലുള്ളാഹി, ഫതവല്ല എന്നല്ല പറഞ്ഞത്. പിന്നെ ഫഅസ്ബിഗിൽ വുളൂ, കംപ്ലൈൻ്റ് ഇല്ലാത്ത, തിരക്കില്ല, നല്ല ക്വാളിറ്റി വുളു. നോക്കിയാൽ പല സാധനങ്ങൾ നോക്കുമ്പോൾ പല ക്വാളിറ്റികളിലും ഉണ്ടാവില്ലേ? ഇതാ നല്ല സാധനമാണ് എന്ന പോലെ നമ്മൾ നിർവഹിച്ച വുളു നോക്കിയാൽ നല്ല ഹൈ ക്വാളിറ്റി വുളു ആയിരിക്കണോ. ഇതാ ഖുംത ഇല സ്വലാത്തി ഫഅസ്ബിഗിൽ വുളൂഅ, നീ വുളൂഇനെ പൂർണ്ണമായ നിലയിൽ വുളു എടുത്തിട്ട് വരിക ആദ്യം. വുളൂയിൽ എന്തെങ്കിലും കുറവ് സംഭവിച്ചതായിട്ട് തങ്ങൾക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാകാം, അല്ലെങ്കിൽ നിസ്കാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ ഷർത്തായ വുളൂഇനെ പ്രത്യേകം പഠിപ്പിച്ചതാകാം. എന്തിനും സാധ്യതയുണ്ട്. എങ്ങനെയായിരുന്നാലും ശരി, നിസ്കരിക്കാൻ വേണ്ടി പോകുമ്പോൾ അതിൻ്റെ മുമ്പ് വുളൂ നന്നാക്കിയെടുക്കണം. അതിൽ ലുബ്ധത കാണിക്കരുത്. മുഖവും കയ്യൊക്കെ കയറ്റി കഴുകണം. കാല് ഏകദേശം മുട്ടോടടുക്കുന്നത് വരെ കഴുകണം. അവയവങ്ങളൊന്ന് തേച്ച് കഴുകിക്കളയണം. ദൽഉൽ അഅ്ളാ, അത് ശാഫിഈ മദ്ഹബ് പ്രകാരം സുന്നത്തേ ഉള്ളൂ എങ്കിലും മറ്റ് മദ്ഹബുകളിൽ, മാലിക് മദ്ഹബ് പോലത്തെ മദ്ഹബിൽ എന്ത് ചെയ്യണം? ഇങ്ങനെ ഉരച്ചിട്ട് തേച്ച് തന്നെ കഴുകണം, എന്നാലേ വുളൂ ശരിയാവുള്ളൂ എന്നാണ്. അതുകൊണ്ട് ശാഫിഈ മദ്ഹബിൽ പ്രത്യേകം നിർദ്ദേശമാണ്, നിങ്ങൾ ദൽകുൽ അഅ്ളാ എന്ന സുന്നത്തിനെ കണിശതയോടെ നിങ്ങൾ അത് പാലിക്കണം. ഖുറൂജൻ മിൻ ഖിലാഫി മൻ ഔജബ, വാശിയില്ല, നിർബന്ധമാണെന്ന് പറഞ്ഞ മദ്ഹബുണ്ടല്ലോ, അതും കൂടി പരിഗണിച്ചിട്ട് നിങ്ങളുടെ വുളൂ, അതുപോലെ നിങ്ങൾ നിസ്കാരം നിരാക്ഷേപം ശരിയാകട്ടെ, അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്നാണ് ശാഫിഈ മദ്ഹബ് പഠിപ്പിക്കുന്നത്. ഇരിക്കട്ടെ, ഇസ്ബാഉൽ വുളൂ, നല്ല പൂർണ്ണമായ വുളൂ എടുക്കുക. കുറേ വെള്ളം ചിലവാക്കാന്നല്ല. ഇപ്പോൾ കുറേ വെള്ളം മുക്കി ഒഴിക്കലാണ്, അല്ലെങ്കിൽ കുറേ വെള്ളം ടാപ്പ് തിരിച്ചിട്ട് ഉപയോഗിക്കലാണ്. വുളൂ, ഇസ്ബാഉൽ വുളൂ നടക്കുന്നില്ല എന്നതാണ് ബോധ്യപ്പെടുന്ന സംഗതി. അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കണം.
കായിൻ്റെ മുട്ടൊക്കെ നല്ലോണം ചുളിഞ്ഞ സ്ഥലമാണ്, അതൊക്കെ ശ്രദ്ധിക്കണം. അതൊക്കെ കയറ്റി ഇങ്ങോട്ട് കഴുകുക. അത് നല്ല ചൂടുള്ള സമയത്ത് എന്തായിരുന്നാലും കുറച്ച് വെള്ളം നനഞ്ഞാൽ ആശ്വാസം ഉണ്ടാകുന്ന വെച്ചാൽ അതല്ല, നല്ല തണുപ്പുള്ള സമയത്ത് ഇസ്ബാവുൽ വുളു അൽ മകാരിഹി എന്നാണ്. മനുഷ്യന് അനിഷ്ടമായ സമയത്ത് എന്ത് ചെയ്യണം? വുളു നന്നായിട്ട് പൂർണ്ണമായി എടുക്കണം. അങ്ങനെ വുളു പൂർണ്ണമാക്കുക, ഇത് വലിയൊരു സംഗതിയാണ്. വുളുവിൻ്റെ ശേഷമുള്ള ദിക്ർ ചൊല്ലുക, അതൊക്കെ തീരെ മറന്നു പോയ സംഗതിയാണ്, മറക്കപ്പെട്ടു പോയ സംഗതിയാണ് അല്ലേ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ ഷഹാദത്തിൻ്റെ കലിമയൊക്കെ ചൊല്ലിയിട്ട് പിന്നെ അല്ലാഹുമ്മ വജ്അൽനി മിനത്ത് തവ്വാബീൻ വജ്അൽനി മിനൽ മുത്തഖീൻ എന്നുള്ള ദിക്ർ, ആ ദിക്ർ ചൊല്ല. ദിക്ർ വളരെ മഹത്വമുള്ളതാണ്. ആ ഷഹാദത്ത് ചെല്ലുമ്പോഴത്തേക്കന്നെ സ്വർഗം തുറക്കുമെന്നല്ലേ? റിമോട്ട് ഇവിടുന്ന് സ്വർഗം തുറക്കാമെന്ന് പറഞ്ഞാൽ വേറെ സംഗതിയല്ല. നമ്മുടെ ഇനി പോയി കാറിലിരുന്നതിൻ്റെ ഇവിടുന്ന് തുറന്നു കൊടുക്കല്ലേ ടിക്. അതുപോലെ നമ്മൾ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാണ്? സ്വർഗം റിമോട്ട് കൊണ്ട് തുറക്കാണ് അല്ലേ? ഇത് ഒതുവെടുത്തിട്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? സ്വർഗം തുറന്നു എന്നാണ്. ആരാ ഇത് പറയുന്നത്? സ്വർഗ്ഗമെല്ലാം കണ്ട എൻ്റെ എല്ലാ സംവിധാനവും അറിയുന്ന റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞേ. അപ്പോൾ നമ്മൾ അത് വലിയ സംഗതിയാണ്. വുളുവിൻ്റെ ശേഷമുള്ള പിന്നെ ആ ദുആ ഒക്കെ അതൊക്കെ പാലിക്കുക. വുളു എടുത്തതിന് ശേഷം പരമാവധി തോർത്താതിരിക്കുകയാണ് നല്ലത്. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തോർത്താം. അങ്ങനെ വുളു ഇസ്ബാഉൽ വുളു, അതുപോലെ നമുക്ക് നഷ്ടമില്ലാത്ത ഒരു വലിയ ചിലവൊന്നുമില്ലാത്ത സംഗതിയാണ് ഈ വുളു എന്ന് പറയുന്നത്. പരമാവധി നമ്മൾ ഉറങ്ങുന്ന സമയം വരെ വുളു നിലനിർത്താൻ ഒന്ന് ശ്രദ്ധിച്ചാൽ അത് ശരിയായ ഈമാനിൻ്റെ ലക്ഷണമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വുളുവിൻ്റെ മേലിങ്ങനെ നിലകൃതിയാകാം, അത് ഒരു നല്ല ഹാലത്താണല്ലോ. ആ സമയത്ത് നമ്മളെ റൂഹ് പിടിക്കാൻ വേണ്ടി മലക്കുൽ മൗത്ത് വന്നാൽ സന്തോഷം ഉണ്ടാവുന്ന ഉറപ്പാണ്. നമ്മൾ ശുദ്ധിയിലല്ലേ. അതുകൊണ്ട് വുളു മുറിഞ്ഞാൽ വേഗം വുളു എടുക്കുക, അതിന് വലിയ ചിലവൊന്നുമില്ലല്ലോ. വുളു എപ്പോഴാണോ നഷ്ടപ്പെടുന്നത് അപ്പം തന്നെ എന്ത് ചെയ്യുക? വുളു എടുക്കുക. അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പതിവാക്കിയാൽ വലിയ നേട്ടം ഉണ്ടാവും, യാതൊരു സംശയമില്ല. അത് ഒരു ബർക്കത്ത് തന്നെയാണല്ലോ ഈ തഹാറത്ത്. കാരണം അള്ളാഹുവിന് വേണ്ടി നിസ്കാരം നിർവഹിക്കാൻ വേണ്ടി പോകുമ്പോഴുള്ള ഒരു നല്ല ഹാലത്തും അവസ്ഥയാണല്ലോ, ഒരു പരിപൂർണയുടെ അവസ്ഥയല്ലേ അത്. ആ അവസ്ഥ എപ്പോഴും നിലനിൽക്കുക എന്ന് പറയുന്നത് നമുക്ക് ആരോഗ്യകരമാണ്. എല്ലാ നിലക്കും ഭൗതികവും അഭൗതികവുമായി നമുക്ക് ആരോഗ്യകരമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ആദാബുകൾ ജീവിതത്തിൽ പാലിക്കാനും പതിവാക്കാനും തൗഫീഖ് നൽകട്ടെ. സാധാരണ പോലെ ദുആ ചെയ്യുന്നു. നമ്മുടെ മുളിവയലിലെ തോട്ടത്തിൽ അഹമ്മദ് ഹാജിക്ക ഒരു ബൈപ്പാസ് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിലാണ്. അർഹമുർ റഹീമീനായ റബ്ബേ, അദ്ദേഹത്തിന് നീ പൂർണ്ണമായ ശിഫ നൽകണം റഹ്മാന്, പൂർണ്ണമായ ആരോഗ്യം നൽകണം റഹ്മാന്. നമ്മുടെ ടി ഉസ്താദ് ഏകദേശം റെഡിയായി വരുന്നുണ്ട്, എന്നാലും ഒന്നുകൂടി ഒന്ന് ഉഷാറായിട്ട് എന്ത് ചെയ്യണം വെച്ചാൽ വരണം. അല്ലാഹു തആല പൂർണ്ണമായ ആഫിയത്ത് നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. اللهم صل وسلم على رسولك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. അർഹമുർ റഹീമീനായ റബ്ബേ, സാധുക്കളായ ഞങ്ങളിലേക്ക് നീ കാരുണ്യത്തിൻ്റെ നോട്ടം നോക്കി ഞങ്ങളെല്ലാവരെയും നീ കബൂൽ ചെയ്യണം റഹ്മാനെ. ഞങ്ങൾ ഈ പള്ളിയിൽ ഇരുന്നു കൊണ്ട് ഇതുവരെ പറഞ്ഞതും കേട്ടതൊക്കെ നീ ഒരു സൽക്കർമ്മമായി സ്വീകരിക്കണം റഹ്മാനെ. പരലോകത്ത് സ്വർഗത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ള അവസരം നൽകണം റഹ്മാനെ. ഞങ്ങളെ അമലുകളൊന്നും നീ വെറും ധൂളികളാക്കി കളയരുത് റഹ്മാനെ. കുറവുകളും ന്യൂനതകളും ധാരാളം ഉണ്ടാകും, എന്നാലും നിൻ്റെ കൃപ കൊണ്ട് ഞങ്ങളുടെ എല്ലാ അമലുകളും, പ്രത്യേകിച്ച് ഞങ്ങളുടെ നിസ്കാരം നീ കബൂൽ ചെയ്യണം റഹ്മാനെ. ഞങ്ങളുടെ നോമ്പ് നീ കബൂൽ ചെയ്യണം റഹ്മാനെ. സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ. തെറ്റുകുറ്റങ്ങളൊക്കെ ഒരുപാട് വന്നു പോകുന്നുണ്ട്, വന്നു പോയിട്ടുണ്ട്. അതെല്ലാം ഞങ്ങൾ ഖേദിക്കുന്നവരാണ്. ഞങ്ങൾ ഒരിക്കലും നിന്നെ ധിക്കരിച്ചുകൊണ്ട് ചെയ്തു പോയതല്ല. ദൗർബല്യം കൊണ്ട് സംഭവിച്ചു പോയ എന്ത് തെറ്റുകുറ്റങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ആർക്കുണ്ടോ നീ പുറത്തു തരണം റഹ്മാനെ. ഞങ്ങളെ വിട്ടുപിരിഞ്ഞ് മൺമറഞ്ഞു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, മറ്റ് കുടുംബാംഗങ്ങൾ, ഉസ്താദുമാർ, ശിഷ്യന്മാർ, ബന്ധപ്പെട്ട മറ്റ് മോമിനിയങ്ങൾ എല്ലാവർക്കും നീ പൊറുക്കണം റഹ്മാനെ. അവരുടെ ബർസഖിയ ലോകത്ത് സന്തോഷം നൽകണം റഹ്മാനെ. ഹയാത്തിലുള്ള ഞങ്ങൾക്ക് പൂർണ്ണമായ ആരോഗ്യം നൽകണേ അല്ലാ. പെട്ടെന്ന് രോഗികളാക്കി കളയല്ല അല്ലാ, രോഗികളാക്കല്ല അല്ലാ. സ്ട്രോക്കും അതുപോലെ ക്യാൻസറും മറ്റ് അത്തരത്തിലുള്ള പല രോഗങ്ങളും പിടിപെട്ടുകൊണ്ടിരിക്കുന്ന കാലം, അതിന് പ്രായവ്യത്യാസമില്ല. അള്ളാഹുവെ ഞങ്ങളെ കാക്കണം റഹ്മാനെ. ഞങ്ങളെ ഭാര്യമാരെ, മക്കളെ, കുടുംബങ്ങളെ, ശിഷ്യന്മാർ, ബന്ധപ്പെട്ട ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവരെയും നീ കാക്കണം റഹ്മാനെ. യാ അല്ലാഹു യാ അല്ലാഹ്.
നമ്മുടെ കുഞ്ഞാലി ഹാജിക്ക് ഹോസ്പിറ്റലുണ്ട്. കുഞ്ഞാലി ഹാജി നമ്മുടെ തെക്കേക്കര അജിയാറെ പുതിയാപ്പിട കുഞ്ഞാലി ഹാജി, അള്ളാഹുവെ നീ പൂർണ്ണമായ ആഫിയത്ത് നൽകണം റഹ്മാൻ. യാ അള്ളാഹു യാ അള്ളാഹ്, ആര് ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ടോ അവർക്കെല്ലാം എല്ലാവിധ വിഷമങ്ങളും നീ തീർത്തു കൊടുക്കണം റഹ്മാൻ. സർവ്വ സന്തോഷങ്ങളും നൽകണം റഹ്മാൻ. അള്ളാഹുവെ പല കാര്യങ്ങൾക്ക് വേണ്ടിയും അകമഴിഞ്ഞ് സംഭാവന ചെയ്യുന്നവരുണ്ട്. അള്ളാഹുവെ പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടി എന്തെങ്കിലും കയ്യിൽ കൊണ്ടുവന്ന് തരുന്നവരുണ്ട്, ഏൽപ്പിക്കുന്നവരുണ്ട്. എല്ലാവർക്കും നീ ബറക്കത്ത് ഏറ്റിക്കൊടുക്കണം റഹ്മാനെ, ബറക്കത്ത് ഏറ്റിക്കൊടുക്കണം റഹ്മാനെ. യാ അള്ളാഹ്, ഞങ്ങൾ എന്ത് ഹൈറായ ഉദ്ദേശങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടോ അതെല്ലാം ഞങ്ങൾക്ക് നിൻ്റെ പൊരുത്തത്തിലായി പൂർത്തീകരിച്ച് തരണം റഹ്മാനെ. ഞങ്ങൾ ഉദ്ദേശിക്കുന്ന യാത്രകൾ നീ എളുപ്പമാക്കണം റഹ്മാനെ. ഇബ്രാഹിം ഉസ്താദ് യാത്ര പോകുന്നു നേരത്തെ പറഞ്ഞു. അള്ളാഹുവെ എല്ലാ സ്ഥലത്തും നീ ഹൈറും സന്തോഷവും നൽകണം റഹ്മാൻ. മഹാനായ പേരോട് ഉസ്താദ് ഉൾപ്പെടെ പല ഉസ്താദുമാരും നമ്മുടെ ദീനീ സംരംഭങ്ങൾക്ക് വേണ്ടി പല സ്ഥലങ്ങളിലുമാണ്. എല്ലാവർക്കും നിൻ്റെ കാവൽ നൽകണേ അള്ളാഹ്. അവരുടെ ഹൈറായ ഉദ്ദേശങ്ങൾ നിറവേറ്റി കൊടുക്കണേ അള്ളാഹ്. പ്രായമുള്ളവരും രോഗമുള്ളവരൊക്കെ അങ്ങനെ യാത്ര പോയവരുണ്ട്. എല്ലാവർക്കും നീ പ്രത്യേകമായ കാവൽ നൽകണം റഹ്മാൻ. വിദേശത്തുള്ള ഞങ്ങളെ സഹോദരങ്ങൾക്ക് അവരുടെ എല്ലാ പ്രശ്നങ്ങളും നീ പരിഹരിച്ചു കൊടുക്കണം റഹ്മാൻ. അവരുടെ കച്ചവടങ്ങളിലും അവരുടെ എല്ലാ ജോലികളിലും നീ ബർക്കത്ത് ചെയ്യണം റഹ്മാൻ. ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട്, കച്ചവടം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ പ്രയാസപ്പെടുന്നവരുണ്ട്. എല്ലാവർക്കും നീ വഴി തുറക്കണം റഹ്മാനെ. ഇപ്പോൾ അടുത്തായി തുറന്ന ചിലരൊക്കെ കച്ചവടം തുടങ്ങിയിട്ടുണ്ട്. ആ തുടങ്ങിയ കച്ചവടത്തിൽ നീ പുരോഗതി നൽകണം റഹ്മാൻ, നീ പുരോഗതി നൽകണം റഹ്മാൻ. വളരെ പ്രതീക്ഷയോടെയാണ് അവരൊക്കെ അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ തുടങ്ങിയത്. അത് നീ വിജയിപ്പിക്കണം റഹ്മാനെ. നീ ആരെയും പട്ടിണിയിലാക്കരുത് റഹ്മാനെ. വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നവരുണ്ട്, നടക്കാനിരിക്കുന്നവരുണ്ട്. എല്ലാം നീ എളുപ്പത്തിൽ പൂർത്തീകരിക്കണം റഹ്മാനെ. ഞങ്ങൾക്ക് എന്താണോ ഹൈറ് അതുപോലും ഞങ്ങൾക്കറിയില്ല. ഹൈറായത് ഞങ്ങൾക്ക് നീ എളുപ്പമാക്കണം റഹ്മാനെ. ഷെറും ഞങ്ങൾക്കറിയില്ല. എന്ത് ഷെറുണ്ടോ ഞങ്ങളെ തൊട്ട് നീ അതിനെ തടുക്കണം റഹ്മാനെ. ഞങ്ങളെ അതിനെ തൊട്ട് ദൂരീകരിക്കണം റഹ്മാനെ. ഞങ്ങൾക്ക് നിൻ്റെ പൊരുത്തത്തിലായ ആരോഗ്യത്തോടെ ഇസ്സത്തോടെ തഖ്വയോടെ ദീർഘായുസ് നൽകണം റഹ്മാനെ. ആഖിബത്ത് നന്നാക്കി മരിപ്പിച്ച് സാലിഹീങ്ങളോടുകൂടെ ചേർക്കണം റഹ്മാനെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم.